അങ്ങനെ ഓരോ തലമുറകൾക്ക് കാലത്തിന്റെ ഗതിവിഗതികളുടെ ഉള്ളിൽ അവർക്ക് മാറ്റമുണ്ടായപ്പോ മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രബോധനം ചെയ്ത സമൂദ് ഗോത്രം അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതത്തിൽ തിരുത്തലുകൾ കൊണ്ടുവരാൻ വന്ന ഒരു അല്ലാഹുവിന്റെ ആയാത്തുകളെ അവന്റെ ദൃഷ്ടാന്തങ്ങളെ നിസ്സാരവൽക്കരിക്കുകയും പ്രബോധകന്മാരുടെ മുന്നറിയിപ്പുകളെ അവഗണിക്കുകയും ചെയ്ത തങ്ങളുടെ സംഘബലത്തിന്റെയും തങ്ങളുടെ ശരീരത്തിന്റെയും തങ്ങളുടെ സാങ്കേതിക മികവിന്റെയും തങ്ങളുടെ പണക്കൊടുപ്പിന്റെയും പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ദൃഷ്ടാന്തങ്ങളെ അവഗണിക്കുകയും അവരോട് പറഞ്ഞു കൊടുത്ത മഹാനായ സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പ്രതിനിധാനം ചെയ്ത പ്രബോധകന്മാരുടെ മതപണ്ഡിതന്മാരുടെ മുന്നറിയിപ്പുകളെ അവഗണിക്കുകയും ചെയ്ത ഒരു ജനത എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സമൂദ് ഗോത്രത്തെ അല്ലാഹു ഈ ലോകത്തോട് പറഞ്ഞു കൊടുത്തത്. വഴിതെറ്റുന്ന ന്യൂ ജനറേഷൻ എന്ന വിഷയത്തിന്റെ ശീർഷകത്തിന്റെ മുമ്പിൽ ഞാൻ പ്രസംഗിക്കുമ്പോ എനിക്ക് ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത്, വഴിതെറ്റുന്ന ഈ അഭിനവകാല ന്യൂ ജനറേഷന്റെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്ന ഒരു തലമുറ സമൂദ് ഗോത്രത്തെ കുറിച്ചാണ്. കാരണം സമൂദ് ഗോത്രം എന്തായിരുന്നു അതാണ് ഇന്നത്തെ നമ്മുടെ ന്യൂ ജനറേഷൻ എന്ന് മനസ്സിലാക്കാൻ അല്ലാഹുവിന്റെ ഖുർആൻ മാത്രം നാം മനസ്സിലാക്കിയാൽ മതി. കാരണം സമൂദ് ഗോത്രം അല്ലാഹുവിന്റെ പ്രവാചകന്മാരെ അനുസരിക്കാതിരുന്നത് മതപണ്ഡിതന്മാര് അവരോട് പറഞ്ഞു നിങ്ങളുടെ ഈ പോക്കുകൾ വലിയ അപകടത്തിലേക്കാണെന്ന് പറഞ്ഞു കൊടുത്തപ്പോ സമൂദ് ഗോത്രം മുഴുവനും ആ മതപണ്ഡിതന്മാരുടെ മുന്നറിയിപ്പുകൾ അവഗണിക്കുന്ന ഇന്നും ഇതേ സമൂഹത്തിന്റെ നിദാനമാണ് നമ്മുടെ മുമ്പിൽ ന്യൂ ജനറേഷൻ കാണിച്ചു കൊണ്ടിരിക്കുക. ഈ ന്യൂ ജനറേഷൻ കാണിക്കുന്ന തോന്നായ്മകൾക്കെതിരെ പ്രതികരിക്കുന്ന മതപണ്ഡിതന്മാരോട് നിങ്ങൾ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണ്ട എന്ന് ദാഠ്യത്തോടെ പറയുകയും മതത്തിന്റെ മുമ്പ് രാഷ്ട്രീയത്തിന് മതപണ്ഡിതന്മാർ ഇടപെടണ്ട എന്ന് പറയുന്ന ഒരു വലിയ തിരുത്തൽവാദവുമായി കടന്നു വരുന്ന മതപണ്ഡിതന്മാര് പള്ളിയുടെ മൂലകളിൽ നിന്ന് തങ്ങളുടെ മുമ്പിലേക്ക് വെള്ളിയാഴ്ച വരുന്ന സമൂഹത്തിനോട് പറഞ്ഞു കൊടുക്കേണ്ടവരാണ്. അവര് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണ്ട എന്ന് പറഞ്ഞ് സാങ്കേതിക വൈദഗ്ധ്യം കാരണത്താൽ വിവര സാങ്കേതിക വിദ്യയുടെ വിദൂര സാധ്യതകൾ ലോകം മുഴുവന് സ്വായത്തമാക്കുമ്പോ ആ സ്വായത്തത്തിലൂടെ കടന്നു വരുന്ന വൈദഗ്ധിക സാങ്കേതിക വൈദഗ്ധ്യത്തെ മറിപിടിച്ചുകൊണ്ട് പടച്ച തമ്പുരാൻ അവരുടെ മുമ്പിൽ കൊടുക്കുന്ന ദിട്ടാന്തങ്ങളെ തള്ളിപ്പറയുകയും കഴിഞ്ഞ കാലങ്ങളിലെ സമൂദ് ഗോത്രത്തെ എന്റെ വഴിതെറ്റുന്ന ന്യൂ ജനറേഷനോട് ഞാൻ ആദ്യമായി പറയാ അല്ലാഹു പറയാ വസമൂദല്ലദീന ജാബു സഖറ ബിൽ വാദ് വഫിർഔന ദിൽ ഔതാദ്. വഴിതെറ്റുന്ന ന്യൂ ജനറേഷൻ എന്ന വിഷയങ്ങൾക്കാണ് ഇവിടെ വന്ന എന്റെ സഹോദരങ്ങളോട് അഭിനവകാല ന്യൂ ജനറേഷനോട് അല്ലാഹു ഭയപ്പാടായി മുന്നറിയിപ്പായി ഖുർആനിലൂടെ പറഞ്ഞു കൊടുക്കുക. നിങ്ങളെക്കാൾ വലിയ അധികായന്മാരായിരുന്ന, നിങ്ങളെക്കാൾ ശക്തിയും നിങ്ങളെക്കാൾ വൈദഗ്ധ്യമുണ്ടായിരുന്ന ആരാ സമൂദ് ഗോത്രം എന്നറിയോ? തങ്ങളുടെ കൈവിരലുകൾ കൊണ്ട് പാറക്കെട്ടുകൾ തുറന്നുണ്ടാക്കിയ പാറക്കെട്ടിന്റെ ഉള്ളിൽ അധികായന്മാരായ സമൂഹത്തിന് പാർക്കാനുള്ള പാർപ്പിടങ്ങൾ ഉണ്ടാക്കി. ആ പാറക്കെട്ടിന്റെ ഉള്ളിലേക്ക് അസ്രായീൽ വരില്ല എന്ന് ലോകത്തോട് വൈദഗ്ധ്യത്തോടെ വിളിച്ചു പറഞ്ഞു പോയാ തങ്ങളുടെ സാങ്കേതിക വൈദഗ്ധ്യത്തെ മറികടന്നിട്ടും മരണദൂതനെ തങ്ങളെ പിടികൂടാൻ കഴിയില്ലെന്ന് ലോകത്തോട് അഹങ്കാരത്തോടെ പറഞ്ഞൊരു ജനതയാ വസമൂദല്ലദീന ജാബു സഖറ ബിൽ വാദ്. ഒരു താഴ്വര മുഴുവനും തങ്ങളുടെ ശാരീരിക വലിപ്പം കൊണ്ട് നിറഞ്ഞിരുന്ന സമൂദ് ഗോത്രമെങ്കിൽ അവരുടെ ഇടയിലേക്കാണ് മഹാനായ സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നത്. വേണ്ട വേണ്ട, അല്ലാഹുവിന്റെ അടയാളങ്ങളെ നിങ്ങൾ തിരസ്കരിക്കണ്ട, അല്ലാഹുവിന് സുജൂദ് ചെയ്യണേ. നാളെ മരണത്തിന് ശേഷം പരലോകത്തിന്റെ സ്വർഗത്തിന്റെ വാതിൽ നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോ സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിലേക്ക് കടന്നു വന്ന് സമൂദ് ഗോത്രത്തിന്റെ നേതാവായി കടന്നു വന്ന നമ്രൂദ് കടന്നു വന്ന സമൂദ് ഗോത്രത്തിന്റെ നേതാവായി കടന്നു വന്ന എതിരാളിയായ ആ മനുഷ്യൻ വന്നിട്ട് ജനങ്ങളോട് പറഞ്ഞിരണ്ട, സാലിഹ് നിങ്ങളെ മാടി വിളിക്കുന്നത് ഇത് ഈ ന്യൂ ജനറേഷനുമായിട്ട് ഏറെ ബന്ധമുള്ള ചരിത്രമാ. അള്ളാന്റെ ഖുർആനുടെ ചരിത്രം പറയുന്നത് എന്തിനെന്നറിയോ? അത് ആസ്വാദനത്തിനല്ല, അത് വെറുതെ കഥാകഥനങ്ങൾ പറയാനല്ല. ലഖദ് ഖാന ഫീ ഖസസിഹിം ഇബ്റത്തുൽ ലിഉലിൽ അൽബാബ്.
പ്രവർത്തിക്കുന്നവർക്ക് ദിട്ടാന്തത്തിലൂടെ പഠിച്ച് പിന്തിരിയാനാണ് ഖുർആനിൽ അല്ലാഹു ചരിത്രം പറയുക. മഹാനായ സാലിഹ് നബിയുടെ മുമ്പിൽ വന്നിട്ട് സാലിഹ് പറയുന്ന സ്വർഗം മരണത്തിന് ശേഷമുള്ള സ്വർഗമല്ലേ, എന്നാൽ നിങ്ങൾക്ക് ഞാൻ എന്റെ മുമ്പിൽ സുജൂദ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഇവിടെ വെച്ച് തന്നെ സ്വർഗം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെതിരെ നിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അഭിനവകാല ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ? ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ എന്റെ തന്നെ ഭാഷയിൽ ഞാൻ തന്നെ പറഞ്ഞാൽ അണുകുടുംബത്തിൽ ജനിച്ചിട്ട് ആധുനിക രാസവള നിർമ്മാണശാലയിലെ ഉപോൽപ്പന്നം പോലെ KFCയും ബർഗറും പിസ്സയും മാത്രം തിന്നു പഠിച്ചു പോയാ രാവിലെ കിടക്കപ്പായിൽ എഴുന്നേറ്റാൽ മൊബൈൽ ഡാറ്റയിൽ ബാക്കി എത്ര GB ഉണ്ടെന്ന് തിരഞ്ഞു നടക്കുന്ന, മൊബൈൽ ഡാറ്റ തീർന്നു പോയാൽ അച്ഛൻ മരിച്ച വീട് പോലെ വിശാലത്തോടെ നടന്നുപോയി മൊബൈൽ ഡാറ്റ ദിവസവും രാവിലെ റീചാർജ് ചെയ്ത് പാതിരാത്രി വരെ ലോകത്തുള്ള 140 രാട്ടത്തിൽ ഏതൊക്കെ പെണ്ണ് തുണി ഉരിഞ്ഞാടിയാലും അത് തന്റെ കടപ്പറയിലിരുന്ന് ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ട് എല്ലാ ആധുനിക രതിവൈകൃതങ്ങളും തന്റെ ജീവിതത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്ന് അവസാനം പാതിരാത്രിയാകുമ്പോ പാതിരാ സമയത്ത് തുമ്പിൽ വെച്ചിരിക്കുന്ന ലാപ്ടോപ്പിന്റെ ഡെസ്ക്ടോപ്പിലേക്ക് തളർന്നു മയങ്ങി വീട് അതിൽ കിടന്നുറങ്ങി രാവിലെ കിടക്കിന്റെ ചക്രവാളത്തിൽ സൂര്യോദയം വന്നാൽ ആ സൂര്യോദയം പോലും തിരിച്ചറിയാതെ മധ്യാഹ്നത്തിൽ ഉറക്കമെഴുന്നേൽക്കുന്ന ആധുനിക ന്യൂ ജനറേഷൻ ചെറുപ്പക്കാരോട് ഞാൻ പറയാ, മതപ്രബോധകന്മാർ അതിനെതിരെ പ്രതികരിച്ചപ്പോ പ്രബോധകന്മാര് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രബോധകന്മാരെ പറഞ്ഞു വിട്ടതെന്തിനാ? ഇദാ ലഹറത്തിൽ ബിദഉ ഫസക്കത്തൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹ്. നാട്ടിൽ മുഴുവനും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും നാട്ടിൽ മുഴുവൻ അശ്ലീലതകളും അരാജകത്വം നടമാടുകയും ആ അശ്ലീലതകളെതിരെ പ്രതികരിക്കേണ്ട ഫസക്കത്തൽ ആലിമു, ആലിമീങ്ങളും പണ്ഡിതന്മാരും മൗനം അവലംബിച്ചാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവരിലേക്കാണ് അല്ലാഹുവിന്റെ ശാപമാദ്യം ഇറങ്ങുന്നതെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ കേട്ട് പരിഭ്രാന്തിയോട് ഈ സമൂഹത്തിന്റെ അശ്ലീലതകൾക്കെതിരെ പ്രതികരിക്കുമ്പോ അഭിനവകാല ന്യൂ ജനറേഷൻ ചെയ്തതെന്നറിയോ? അല്ലാഹുവിന്റെ മഹത്വത്തെ പറഞ്ഞ പരലോകത്തിന്റെ ഭയാനകതകളെ പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പറഞ്ഞു കൊടുത്ത പ്രബോധകന്മാർക്കെതിരെ ദൈവിക നിരാസത്തിന്റെ ഡിംഗമതം ഉണ്ടാക്കിയിട്ട് ആദ്യമായി നമ്മുടെ കേരളത്തിലെ ന്യൂ ജനറേഷന്റെ പുതിയ സംഭാവന ഏതെന്നറിയോ? ഡിംഗമതം എന്ന് പറയുന്ന മതമൂല്യങ്ങളെ തളർത്തിക്കളയാൻ, മതനിരാസതയുടെ ലേബലുകൾ അടിച്ചേൽപ്പിക്കാൻ ഡിംഗമതം എന്ന പേരിൽ പണ്ടേതോ ബാലചിത്രമാസികയിലെ കാർട്ടൂണിലെ കഥാപാത്രമായിരുന്ന ഡിങ്കന്റെ പേരിൽ ഒരു മതമുണ്ടാക്കിയത് കേരളത്തിന്റെ ജനതയതിന്റെ പുറകെ പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അഭിനവകാല ന്യൂ ജനറേഷനോട് പറയാ, ഡിംഗമതം എന്ന പേരിൽ മതത്തിന്റെ മൂല്യങ്ങളെ പരിഹസിച്ചു കൊടുക്കാൻ ഈ ലോകം സൃഷ്ടിച്ച അല്ലാഹുവില്ലെന്ന് പറയാൻ ഡിംഗമതം സ്ഥാപിച്ചവരോട് എനിക്ക് പറയാനുള്ളതേടെന്നറിയോ? പരലോകത്തെ നിങ്ങൾ നിഷേധിച്ചാലും അല്ലാഹുവിനെ നിങ്ങൾ നിഷേധിച്ചാലും ഇതിനേക്കാൾ നിങ്ങളെക്കാൾ വലിയൊരു ജനറേഷൻ കടന്നു പോയിട്ടുണ്ട്. അവരാരാന്നറിയോ? അവരാരാന്നറിയോ? الذين تغوا في البلاد. അല്ലാഹു ചോദിക്കുകയാ, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദില്ലതി ലം യുഖ്ലഖ മിഥ്ലുഹാ ഫിൽ ബിലാദ് വതമൂദ الذين جابوا الصخر بالواد وفرعون ذي الأوتاد. ആണിക്കാരനായ ഫറോവയെ നിങ്ങൾക്കറിയോ? ആണിക്കാരനായ ഫിറൗനെ നിങ്ങൾക്കറിയോ? ആണിക്കാരൻ എന്ന് പറഞ്ഞാൽ ഫിറൗനിന് കൊച്ചി അങ്ങാടിയിലും മട്ടാഞ്ചേരി അങ്ങാടിയിലെ ആണിക്കച്ചവടമായിരുന്നില്ല. അല്ലാഹു ഏകനാണെന്ന് പറഞ്ഞതിന്റെ പേര് പുരാതനമായ കൈറോ പട്ടണത്തിൽ സത്യവിശ്വാസികളെ നട്ടുച്ച നേരത്ത് പൊരിയുന്ന മണലിൽ മരത്തിൽ
കിടത്തിയിട്ട് അവരെ കൈകാലുകളിൽ ആണിയടിച്ചിട്ട് കുരിശിലടക്കുന്നത് പോലെ വിശ്വാസികളെ പുരാതന കൈറോ പട്ടണത്തിൽ ആണിയടിച്ചിട്ട് രസിച്ച ഫറോവയില്ലേ, ആ ഫറോവയെ കുറിച്ച് പറയുന്നതെന്നറിയോ? അഭിനവകാല ഡിംഗമതക്കാരോടും മതനിരാസത്തിന്റെ വേലിയേറ്റങ്ങളെ സൃഷ്ടിക്കുന്നിടത്തോളം അള്ളയില്ല, പ്രവാചകനില്ല, പരലോകം ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ട് ഹിപ്പികളെ പോലെ അഭിനവകാല ഫ്രീക്കന്മാരെ നിങ്ങൾ കേട്ടുകൊള്ളുക. എന്തിനാ ഞാൻ ഫറോവയെ പറയുന്നതെന്നറിയോ? നിങ്ങളെക്കാ വലിയ ധിക്കാരിയായിരുന്ന ഫറോവ അവസാനം ചെങ്കടലിൽ മുങ്ങിച്ചാടാൻ പോവുകയാ. അണ്ണാക്കിലേക്ക് വെള്ളം വന്ന് തൊണ്ടയിലോട്ടെത്തുമ്പോ ഫറോവ പറയുന്നൊരു വാക്കുണ്ട്, അല്ലാഹുവേ അല്ലാഹുവേ. ആ സമയത്ത് ഫിറൗൻ അല്ലാഹുവിനെ വിളിച്ചെന്നാ ഞാനെന്ന് ചോദിക്കട്ടെ നിങ്ങളോട് ലളിതമായി. അതേവരെ അല്ലാന്ന് പറഞ്ഞവനെ കുരിശിൽ തറച്ച ഫറോവ മരിക്കുന്ന സമയത്ത് അല്ലാഹനെ വിളിച്ചതെന്തിനാ? ആമൻതു ലാ ഇലാഹ ഇല്ലല്ലഹു ആമനതു ബിഹി ബനൂ ഇസ്രായീൽ. ബനൂ ഇസ്രായേൽ വിശ്വസിച്ച അല്ലാഹനെ ഞാൻ വിശ്വസിക്കുകയാ. എന്തേ ചെറുപ്പക്കാരാ, ചെങ്കടലിലും മരണത്തെ മുഖാമുഖം കാണുമ്പോ ഫറോവ അല്ലാഹനെ വിളിക്കാൻ കാരണമെന്താ? പടച്ചറപ്പ് കൊടുത്ത ആയുസ് മുഴുവനും അല്ലാഹുവിനെ കൊല്ലാൻ ഗോപുരം പണിത ഫറോവ. അത് നിങ്ങൾക്കറിയണോ? അറിയണമെങ്കിൽ ന്യൂ ജനറേഷൻ കേട്ടുകൊള്ളുക. അമേരിക്കൻ സർവകലാശാല നടത്തിയ പഠനത്തിൽ തെളിഞ്ഞത് ഹൃദ്രോഗത്തെ അതിജീവിച്ച അമേരിക്കൻ സർവകലാശാല കഴിഞ്ഞ ആഴ്ച പുറത്തുവിട്ട വാർത്തയാണ്. ഹൃദ്രോഗത്തെ അതിജീവിച്ച ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരണത്തെ മുഖാമുഖം കണ്ട് അതിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടു വന്ന ആളുകളിൽ പഠനം നടത്തിയപ്പോ ആ പഠനം തെളിഞ്ഞതെന്നറിയോ? മരണത്തിന് തൊട്ടു മുമ്പ് വരുന്ന ആ സമയത്ത്, മരിച്ച് ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് ഏതൊരു മനുഷ്യനും പരലോകം കാണാട്, നരകം കാണാട്, കത്തിക്കാണുന്ന നരകം കാണാറ്, അവന്റെ ജീവിതത്തിന്റെ മടക്ക സ്ഥലം കാണാട് അവരാരും മരിക്കുകയില്ല. ഇത് അഹമ്മദ് കബീർ പറഞ്ഞതല്ല, ഇതേതെങ്കിലും കേരളത്തിന്റെ മലയാളമത്വം എഴുതിയതല്ല. അമേരിക്കൻ സർവകലാശാല ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരണത്തെ അതിജീവിച്ച ആളുകൾ നടത്തിയ പഠനത്തിലൂടെ അവരാ പറഞ്ഞവരെല്ലാം ഹാർട്ട് അറ്റാക്ക് വന്നവര് പറയാ, ആ സമയത്ത് ഞങ്ങൾ പരലോകത്തെ കണ്ടിട്ടുണ്ട്, ആ സമയത്ത് ഞങ്ങൾ പരലോകത്തെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫറോവ ചെങ്കടലിൽ മുങ്ങിത്താടാൻ പോയപ്പോ ഫിറഔൻ നരകത്തെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ആ ഫിറഔൻ താൻ കൊല്ലാൻ ഗോപുരം പണിത അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫറോവ പറഞ്ഞത്, ആമൻതു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ. അല്ലാഹനെ വിശ്വസിക്കുകയാ. അതുകൊണ്ട് അല്ലാഹുവിനെ നിഷേധിക്കുന്ന, പരലോകമില്ലെന്ന് പറയുന്ന അഭിനവകാല ഡിംഗമതക്കാരോടടക്കം ഓർമ്മിപ്പിക്കുകയാ. ഇൻഷാ അല്ലാഹ് അവസാനം വരില്ലേ ഒരു ദിവസം? മരണത്തിന്റെ മുമ്പിൽ നാം കടന്നു വരുമ്പോ, മരണദൂതൻ നമ്മിലേക്ക് കടന്നു വരുമ്പോ, മരണദൂതൻ കടന്നു വരുമ്പോ അവസാന സമയത്ത് ഈ പറഞ്ഞ നാവ് കൊണ്ട് തന്നെ പറയേണ്ടി വരും, പരലോകത്തെ കണ്ടു അല്ലാഹ് ആമന്നാ ബില്ലാഹി വഹദാ. ഏകനായ അല്ലാഹുവിനെ ഞങ്ങൾ വിശ്വസിക്കുകയാ എന്നും മരണസമയത്തെങ്കിലും പറയേണ്ടി വരും. അല്ലാഹു പറയാ, ഇല്ല ഇല്ല, ആ മരണസമയത്ത് പരലോകത്ത് നിങ്ങൾ കണ്ടിട്ട് ആ സമയത്ത് അല്ലാഹുവിനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഫലം യകു യൻഫഉഹും ഈമാനുഹും ലമ്മാ റഔ ബസനാ. നമ്മുടെ അദാബിനെ കണ്ടപ്പോ അവരുടെ വിശ്വാസം അവർക്ക് പ്രയോജനം ചെയ്യുകയില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാൻ അവസാന സമയത്തെ വിശ്വാസം അവർക്ക് പ്രയോജനം ചെയ്യുകയില്ല. അമേരിക്കൻ സർവകലാശാല നടത്തിയ പഠനത്തിൽ ഹൃദ്രോഗത്തെ അതിജീവിച്ചവർ, ഹാർട്ട് അറ്റാക്കിനെ അതിജീവിച്ചവർ എന്ന പഠനത്തിൽ മരണത്തിന് തൊട്ട് മുമ്പ് പരലോകം കണ്ടിട്ട് മരിക്കും, ഉറപ്പാണ്. ഇന്നത്തെ നമ്മുടെ തലമുറയെ സംബന്ധിച്ചിടത്തോളം ആ തലമുറയുടെ പ്രശ്നം മതമൂല്യങ്ങളിൽ വിശ്വസിക്കാനും മതബോധം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുവാനും അവര് തയ്യാറല്ല. അവരെ സംബന്ധിച്ചോളം ഒരു യൂറോപ്പിന്റെ മാതൃകയുണ്ട്. എന്താണ് ആ മാതൃക? ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, പരമാവധി ആസ്വദിക്കുക.
ഇന്നത്തെ ഒരു ന്യൂ ജനറേഷന്റെ ജീവിതത്തിന്റെ മുഖമുദ്ര, അവരെ സംബന്ധിച്ചോളം ഒരു ഫറോവൻ ചിന്താഗതി. ഇന്നത്തെ ന്യൂ ജനറേഷനോടാണ് അള്ളാഹു സമൂദ് ഗോത്രത്തെ തുലനം ചെയ്യുന്നത്. കാരണം അവർ അള്ളാഹുവിന്റെ ദിട്ടാന്തങ്ങളെ പരിഹസിച്ചു. അവരെ സംബന്ധിച്ചോളം പെണ്ണ് എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു ചിന്ത അവർക്കുണ്ടായിരുന്നില്ല. ഇന്ന് നമ്മെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത അള്ളാഹുവിന്റെ ദിട്ടാന്തങ്ങളെ അവഗണിക്കുക. ആ ദിട്ടാന്തങ്ങൾ ഒന്നും നമ്മുടെ മുമ്പിൽ പുഞ്ചിരിച്ചു തന്ന സിനിമാ താരങ്ങൾ തന്നെ മരണത്തിലേക്ക് നടന്നു പോകുന്നു. അള്ള മുമ്പിൽ തരികയാണ്. നിന്നേക്കാൾ വലിയ സൗകര്യത്തിന്റെയും സമ്പന്നതയുടെയും നടുവിൽ നിന്നവർ ഓരോന്നോരോന്നായി നിന്നിൽ നിന്ന് പോകുമ്പോ നിനക്കെന്താ ജീവിതത്തിൽ ഒരു മാറ്റത്തിന്റെ തുടർക്കത ഉണ്ടാവാത്തത് എന്ന് അള്ളാഹു മുമ്പിൽ വെച്ച് തരികയാണ്. എനിക്ക് തോന്നുന്നു ഈ അടുത്ത സമയത്ത് സിനിമ നടി മരിച്ചു, സിനിമ നടൻ മരിച്ചു, സംവിധായകൻ മരിച്ചു, ഫോട്ടോഗ്രാഫർ മരിച്ചു എന്ന് വേണ്ട മുഴുവൻ ആളുകളെയും അള്ളാഹു നമ്മുടെ മുമ്പിൽ തന്നത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഈ അഭിനവകാല ന്യൂ ജനറേഷന് ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ്. അടിച്ചു പൊളിച്ചു സിനിമാ ജീവിതം എന്ന് പറഞ്ഞാൽ ഏതായാലും പള്ളിക്കകത്തൊന്നും അല്ലല്ലോ. ഏതായാലും ഒരു സിനിമാ ഫീൽഡുമായി ബന്ധപ്പെട്ട ആളുകൾ അവർ ഒരു ഭൂമിയുടെ എല്ലാ ആസ്വാദനത്തിന്റെയും സൗകര്യങ്ങളുടെയും നടുവിൽ ജീവിക്കുന്നവരാണ്. അള്ളാഹു അവരുടെ ഇപ്പൊ യഥാർത്ഥത്തിൽ സിനിമാ ലോകത്ത് തന്നെ ഇങ്ങനെ ഇസ്രായേൽ കറങ്ങിക്കൊണ്ട് നടക്കുന്നത്. അള്ളാഹു ഇതൊക്കെ നമ്മുടെ മുമ്പിൽ തരുന്നത് ജീവിതത്തിന്റെ ആസ്വാദനങ്ങളുടെ വഴികളിലൂടെ മാത്രം സഞ്ചരിച്ചവർ. അവരെയും ഞാൻ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ന്യൂ ജനറേഷൻ സമൂഹമേ, നിങ്ങൾക്കിതൊന്നും മനസ്സിലാകുന്നില്ലയോ? മണ്ണിലേക്ക് വിട പറഞ്ഞു പോകുന്നവരിൽ ആസ്വാദനത്തിന്റെയും അനാസ്വാദനത്തിന്റെയും വ്യവച്ഛേദനമില്ലെന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്ന് അള്ളാഹു നമ്മളോട് നന്നായി ചോദിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു ചോദ്യത്തിന്റെ മുമ്പിലാണ് നമുക്കൊരു മാറ്റം ഉണ്ടാകേണ്ടത്. ആ ഒരു ചോദ്യത്തിന്റെ മുമ്പിലാണ് നമുക്ക് മാറ്റമുണ്ടാകേണ്ടത്. മാറ്റം എന്ന് പറയുന്നത് വെറുതെ ഉണ്ടാകുന്നതല്ല. നമ്മൾ മാറാതെ, സ്വയം മാറാതെ മറ്റൊരാൾ നമ്മളെ മാറ്റുകയില്ല. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. സ്വയം ഒരു ജനന പരിവർത്തനത്തിന് വിധേയമാകാതെ അള്ളാഹു ഒരു സമൂഹത്തെ പരിവർത്തനം ഉണ്ടാക്കുകയേയില്ല, മാറ്റമുണ്ടാവുകയില്ല. ആളുകളൊക്കെ മെല്ലെ പറഞ്ഞോളൂ. ഞാൻ ഇന്ന് പ്രസംഗിക്കണ്ട തീരുമാനിച്ച ആളെങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് പ്രസംഗിക്കണമെന്നോ കരുതി ഞാൻ വന്നത്. അപ്പൊ ഇവിടെ എത്തുമ്പോഴാണ് ഇന്ത്യയുടെ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് കിടക്കുക. കുട്ടികളൊക്കെ അതിന്റെ മുമ്പിലാണ്. ഇനി അതൊക്കെ തീർന്ന് ഇതിനാര് ഫരീഖും ബിൽ ജന്നാവ ഫരീഖും ബിൽ സഈർ, ആര് സെമി ഫൈനലിൽ കടന്നു എന്നൊക്കെ അറിഞ്ഞിട്ട് അവര് വരുമ്പോ അതാണ്ട് ഇവിടെ വാഹറ ദവാന പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മളെ വന്നു നിന്ന ഒരു ജനതയോട് പരമാവധി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നതാണ് നമ്മുടെ ഒരു ദൗത്യം. കണ്ട് കൂടുതൽ വീട്ടി വലിച്ചു പറയുന്നതിലല്ല, നാം പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നതിലാണ് നമുക്ക് പാഠമുള്ളത്. അള്ളാഹു നമുക്കത് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മുടെ മുമ്പിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് സാധനം? അത് എന്താന്ന് പറയാനൊന്നും ഒരു നിർവചനം പറയാത്ത രീതിയിൽ പുതിയ തലമുറ മാറുകയാണ്. നമ്മൾ ആ പുതിയ തലമുറയ്ക്ക് ഇന്നൊരു നിർവചനം പറഞ്ഞാൽ നാളെ ആ നിർവചനം മാറിയിട്ടുണ്ടാവും. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ നെട്ടൂര് പ്രസംഗിക്കുമ്പോ ഏതാണ്ട് 2 വർഷം മുമ്പാണ്. ആ സമയത്ത് വന്നപ്പോൾ എന്നോട് ഇവിടുത്തെ ആളുകൾ പറഞ്ഞു, ഉസ്താദെ, ഇവിടെ പല ഹോട്ടലുകളും രാത്രിയിൽ മ്യൂസിക് പാട്ട് നടക്കാറുണ്ട്. ധാരാളം ആൺകുട്ടികളും പെൺകുട്ടികളും, കോളേജിൽ പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും അതിൽ പങ്കെടുക്കാറുണ്ട്. മദ്യത്തിന്റെ സൽക്കാരം നടക്കാറുണ്ട്. ആ സമയത്താണ് എറണാകുളത്തെ ഹോട്ടലുകളിലൊക്കെ റെയ്ഡ് നടന്നത്. സിനിമാ നടന്മാരെ മയക്കുമരുന്ന് വെച്ചതിന് പിടിച്ചത് ഒക്കെ നടന്നു. അന്ന് അതിനെതിരെ പ്രസംഗിച്ചു. പക്ഷെ ഇന്ന് ഞാൻ ഇവിടെ കൊച്ചിയിൽ വരുമ്പോ ആ അടുത്ത ന്യൂ ജനറേഷനെ കുറിച്ച് ഞാനന്ന് നരക ജീവിതവും നഗര ജീവിതവും എന്നൊരു വിഷയം സംസാരിച്ചു. അന്ന് നമ്മുടെ ന്യൂ ജനറേഷന്റെ അവസ്ഥ, അവരെല്ലാവരും ഈ ഒരു അവസ്ഥയിൽ 4 ചുവരുകൾക്കുള്ളിൽ രാത്രിയിൽ ഹോട്ടലിന്റെ ആണെങ്കിലും സ്വകാര്യതക്കുള്ളിൽ അവരുടെ ആവാസങ്ങൾ ചെയ്തു തീർത്തിരുന്ന ഒരു ജനതയായിരുന്നു.
ഇന്ന് ഞാനിവിടെ കൊച്ചിയിൽ പള്ളുരുത്തിയിൽ പ്രസംഗിക്കുമ്പോ ഇന്നത്തെ അവസ്ഥ കേരളത്തിൽ പരസ്യമായി ആണും പെണ്ണും നടു റോഡിൽ വെച്ച് ഫ്ലാഷ് മോബ് നടത്തി. അതിൽ ഒരു തന്തയ്ക്ക് പറഞ്ഞൊരു കുഞ്ഞുണ്ടായിരുന്നു. അതുകൊണ്ട് അവളുടെ അമ്മ പരസ്യമായിട്ട് അവളെ കാരണം തടിച്ചു. പരസ്യമായി, അതായത് തിരക്കേറിയ റോഡിൽ ബസ് യാത്രക്കാരെ തടസ്സപ്പെടുത്തി, ബസ് മറുഭാഗത്ത് നിൽക്കുന്നു, ആളുകൾ നിൽക്കുന്നു, ആണും പെണ്ണും നടു റോഡിൽ ഫ്ലാഷ് മോബ് നടത്തി. അതിലൊരു പെൺകുട്ടി അവളുടെ അമ്മ വന്ന് കരണത്തടിക്കുന്ന വീഡിയോ ഇന്ന് ഫേസ്ബുക്കിൽ വൈറലാണ്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? പരസ്യമായി പോലും ആണും പെണ്ണും തമ്മിൽ സങ്കലനം നടത്തുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല. രാത്രിയിൽ തന്റെ പെൺമക്കൾ രാത്രിയിൽ വീട്ടിൽ വന്നാൽ അവളെ എന്തുകൊണ്ട് രാത്രിയിൽ താമസിച്ചു എന്ന് ചോദിക്കാൻ ഒരു മാതാപിതാക്കൾക്ക് അവകാശമില്ലാത്ത, അല്ലെങ്കിൽ അതൊരു അപരാധമാണ് എന്ന് മാതാപിതാക്കൾ കരുതാത്തൊരു കാലത്തിലേക്ക് കടന്നു വന്നു. പണ്ടൊക്കെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് മഗ്‌രിബിന് വീട്ടിൽ കയറിയില്ലെങ്കിൽ അടി ഫർളാണ്. ആർക്ക്? ആൺകുട്ടികൾക്ക്. ആർക്ക്? മഗ്‌രിബ് നിസ്കാരത്തിന് വീട്ടിൽ കണ്ടില്ലെങ്കിൽ അതിനുശേഷം ഖുർആൻ ഓതിയില്ലെങ്കിൽ അടി എന്ന് ഫർളാണ്. ആർക്ക്? ആർക്ക്? ആൺകുട്ടികൾക്ക്. ഇന്ന് പെൺകുട്ടികളോട് മാതാപിതാക്കൾ പറയുന്നത് ഒരു 10 മണിക്ക് മുമ്പെങ്കിലും വീട്ടിൽ വന്നേക്കണേന്ന്. അല്ലെ, നിങ്ങൾ നോക്കിക്കോളി. അതിനെതിരെ അത് പാടില്ലാന്ന് നമ്മളെങ്ങാനും പ്രസംഗിച്ചാൽ പിന്നെ പെണ്ണുങ്ങളുടെ സംഘടന മാനനഷ്ട കേസായി പെണ്ണിന് പുറത്തിറങ്ങിയ എന്താ കുഴപ്പം? ഞാൻ ഈ പറയുന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പെൺകുട്ടികൾ പോലും 10 മണി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ നഗരത്തിന്റെ ചിന്തകൾ നിങ്ങളൊന്ന് നോക്ക്. നിങ്ങൾ രാത്രിയിൽ ഈ നഗരത്തിലോട്ട് ഇറങ്ങി നോക്ക്. ബാഗുകളും തൂക്കി 16ഉം 17ഉം വയസ്സുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും ഒരുമിച്ച് നടക്കുവാനും നമ്മുടെ നാടുകളിൽ മാതാപിതാക്കൾക്ക് വിലക്കുകളില്ല. എന്താ അങ്ങനെ രാത്രിയിൽ ആണും പെണ്ണും തമ്മിൽ ഒന്നിച്ചു കിടന്നാൽ ലോകം തകരുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഞാൻ പലപ്പോഴും എന്റെ വീട്ടിൽ പോകുമ്പോൾ വീടടച്ചിട്ടുണ്ടാവും, ഗേറ്റ് അടച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ പലപ്പോഴും മിക്കവാറും മതില് ചാടിയിട്ടാണ് വീടിന്റെ അകത്ത് കിടക്കുന്നത് എന്ന് പറഞ്ഞ പെണ്ണുങ്ങൾ അവതാരികകളായി നമ്മുടെ വീടിന്റെ റൂമുകളിൽ വരസുന്നൊരു കാലത്താണ് നാം നമ്മുടെ പെൺമക്കളെ ഇതൊക്കെ കാണിച്ചു വളർത്തുന്നത്. അവളുടെ പേരേതായാലും ഞാൻ പറയുന്നില്ല. അവളാണ് ഇപ്പൊ നായയ്ക്ക് വേണ്ടി രംഗത്തിറങ്ങി നടന്നത്. എന്നാൽ നമ്മുടെ വീട്ടമ്മമാരുടെ ഇട്ടതാരമാണ് ആ പെണ്ണ്. ആ പെണ്ണാരാ? എന്നാൽ പാതിരാ സമയത്ത് ഞാൻ വീട്ടിൽ താമസിച്ചു വരുമ്പോ ഗേറ്റ് അടച്ചത് കൊണ്ട് ഞാൻ മതില് ചാടിയിട്ടാണ് അകത്ത് നടന്നത് എന്ന് പറയുന്ന പെണ്ണ് നമ്മുടെ ഈ പെണ്ണുങ്ങളുടെ ജീവിതത്തിൽ ഇഷ്ടതാരമായി മാറുമ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ പെങ്ങളെ, മാനസികമായിട്ടെങ്കിലും ആ പറഞ്ഞ ഒന്നിനോട് നിങ്ങൾ മാനസികമായി പൊരുത്തപ്പെടുകയല്ലേ? മാനസികമായി അതിനെ നമ്മൾ അംഗീകരിക്കുകയല്ലേ? മാനസികമായി അതിന് നമ്മൾ എല്ലാവിധ നന്മകളും ചെയ്തു കൊടുക്കുകയല്ലേ? ആ ഒരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറിപ്പോകുമ്പോ ഞാൻ പറയുന്നത്, പഴയ കാലത്ത് തെറ്റുകളായി നമ്മൾ പരിഗണിച്ചത് ഇന്ന് തെറ്റുകളല്ല എന്ന് നമ്മൾ പരിഗണിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറുമ്പോ ആരെയാണ് ഉപദേശിക്കേണ്ടത്? ന്യൂ ജനറേഷനെയോ? അതല്ല, അവരൊക്കെ അങ്ങനെ നടക്കട്ടെ, കഴിഞ്ഞുപോയ കാലം അതാണല്ലോ, ഈ കാലഘട്ടത്തിൽ ഇതൊന്നുമല്ലാതെ നടക്കുകയില്ല എന്ന് ന്യായീകരിക്കുന്ന മാതാപിതാക്കളെയോ? ആരെയാണ് നമ്മൾ ഇതേപോലെ അധികരിപ്പിച്ചു പറയേണ്ടത്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഈ ലോകത്തുകൂടി നടന്നു പോകുന്ന ആധുനികതയുടെ എല്ലാ ആരവങ്ങളും നിങ്ങളുടെ ജീവിതത്തിലോട്ട് കൊണ്ടുവരുന്ന വളരെ പരിഹാസ്യമായ വേഷവിധാനത്തോടുകൂടി നിന്റെ ഹെയർ സ്റ്റൈൽ മുഴുവനും മാറ്റി എന്റെ പ്രിയപ്പെട്ട കൊച്ചിക്കാരാ, അങ്ങനെ ഞാൻ അഭിസംബോധന ചെയ്യുന്നത്. നിങ്ങൾ എന്നെ ഒന്നും പറയൊന്നുമില്ലല്ലോ? ഉണ്ടോ? കൊച്ചിക്കാരെന്തേലും ചെറുപ്പക്കാരിപ്പോ വാക്കവി മാപ്പ് പറയിപ്പിക്കണമെന്നല്ലോ പറയോ? കാഞ്ഞങ്ങാട് ബഹുമാനപ്പെട്ട സിംസാറുൽ ഹഖ് ഹുദവി കഞ്ചാവിനെതിരെ പ്രസംഗിച്ചു. ആ നാട്ടുകാരിളകി. അദ്ദേഹത്തിനെതിരെ ആ നാട്ടിലെ ഒരു വിഭാഗം ആളുകൾ അദ്ദേഹം മാപ്പ് പറയണം. എന്താണ് കാരണം? ലഹരിക്കെതിരെ അദ്ദേഹം പ്രസംഗിച്ചു എന്ന കാരണത്താൽ. ഞാനൊന്ന് ചോദിക്കട്ടെ സഹോദരങ്ങളെ,
അദ്ദേഹം ലഹരിക്കെതിരെ പ്രസംഗിച്ചപ്പോൾ വളരെ മാന്യമായ ഭാഷയിൽ അദ്ദേഹം പ്രതികരിച്ചപ്പോ അദ്ദേഹത്തെ സിംസാറുൽ ഹഖ് ഹുദവിയെ നാട്ടുകാർ പഞ്ഞിക്കിട്ടു എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ അത് പോസ്റ്റ് ചെയ്ത് മുതലെടുത്ത ആളുകളുണ്ട്. അവരൊക്കെ ഏത് ദീനിന്റെ വക്താക്കളാണ് എന്ന് നാം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു നാട്ടിൽ ഒരു ചെറുപ്പക്കാർ മുഴുവനും വഴിതെച്ച് നടന്നു പോകുമ്പോ ആ നാട്ടിൽ പോയി മാന്യമായ ഭാഷയിൽ സംസാരിച്ചു പോയ ആ പ്രിയപ്പെട്ട മതപണ്ഡിതനെതിരെ ആ നാട്ടുകാർ പ്രകോപിതരായി എന്ന് മാത്രമല്ല, അതിനെ മുതലെടുത്തുകൊണ്ട് ഫേസ്ബുക്കിലൂടെ നടത്തുമ്പോ തങ്ങളുടെ പ്രഭാഷണങ്ങളിലൂടെ നൂറുകണക്കിന് യുവാക്കൾക്ക് മാനസാന്തരത്തിന്റെ വഴി പറഞ്ഞു കൊടുത്ത ഈ പുതിയ കാല മതപ്രബോധകരോട് എന്തുകൊണ്ടാണ് ഈ സമൂഹം ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഈ സമൂഹത്തിന്റെ വഴിതെറ്റിപ്പോയ ചെറുപ്പക്കാർ നന്നായാലും അത് തങ്ങളുടെ മുകളിലൂടെ ആയി കൂടാ എന്ന് തീരുമാനിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് അതിന്റെ പുറകിലെന്ന് മനസ്സിലാക്കുമ്പോ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാ, ഞാൻ എനിക്ക് ഏറെ സ്നേഹിക്കുന്ന, ഞാൻ ഏറെ പരിചയമുള്ള എന്റെ പ്രിയപ്പെട്ട കൊച്ചിക്കാരാ, സിംസാറുൽ ഹഖ് ഹുദവിയെ പരിഹസിക്കാൻ പ്രകോപിപ്പിക്കാൻ കാരണം അദ്ദേഹം ഒരു നാടിന്റെ പേര് പറഞ്ഞതാണെങ്കിൽ അതേ വിശാല മനസ്കത ഈ നാട്ടിൽ അതേ നാടിന്റെ പേര് പറഞ്ഞ് തന്നെ കബീർ ബാക്കവി സംസാരിക്കുകയാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ, പാതിരാത്തിന്റെ കൂവല് കൊണ്ടോ അതല്ല ഫേസ്ബുക്കിൽ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് കേൾക്കുന്ന പ്രസംഗത്തിന്റെ ക്ലിപ്പ് കൊണ്ടോ ഈ പുതിയ പ്രബോധനത്തിന്റെ ശൈലിക്കൊരു മാറ്റം വരുത്താനോ ഈ പ്രബോധനത്തിന്റെ മുന്നേറ്റത്തെ തടസ്സം നിൽക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അവരോട് പറയാ, ഇല്ല, നിങ്ങൾ മൂഢസ്വർഗം പണിയാൻ ആഗ്രഹിച്ചവരാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഞാനിവിടെ വന്നപ്പോ ഓരോരുത്തരും എന്നോട് പറഞ്ഞു, ഉസ്താദേ ന്യൂ ജനറേഷൻ ചെറുപ്പക്കാരന്റെ ശൈലിയടാ, രാവിലെ എഴുന്നേറ്റാൽ ഉടനെ വളരെ ആഹ്ലാദകരമായ ആശ്വാസകരമായ വേഷവിധാനം നടത്തി ആ വേഷവിധാനത്തിലൂടെ ഏറ്റവും വലിയ ഫ്രീക്കൻ മോഡലുകളായി മൊബൈലായിട്ട് റീചാർജ് ചെയ്ത് ഈ വൈകുന്നേരങ്ങളിലൂടെ സ്കൂട്ടറിന്റെ സൈലൻസറിന്റെ ഫ്ലൂട്ടും കട്ട് ചെയ്ത് അരോചകമായ ശബ്ദമുണ്ടാക്കി നിരത്തുകളിലൂടെ ചീറിപ്പായുന്ന ചെറുപ്പക്കാരാ, ആദ്യമായിട്ട് എനിക്ക് നിന്നോട് പറയാനുള്ളത്, വഴിതെറ്റുന്ന ന്യൂ ജനറേഷനോട് എനിക്ക് പറയാനുള്ളത്, ഈ സൈലൻസറിന്റെ ഫ്ലൂട്ടും കട്ട് ചെയ്ത് ശബ്ദ മലിനീകരണത്തിലൂടെ അസ്വാരസ്യമായ ശബ്ദമുണ്ടാക്കി ഈ റോഡിലൂടെ മത്സരത്തോടെ പാഞ്ഞു പോകുമ്പോ ശ്രദ്ധിക്കണേ പൊന്നുമോനെ, കൈയൊന്ന് തെറ്റിയാൽ താളമൊന്ന് പടച്ചാൽ നഷ്ടപ്പെടുന്നത് വീട്ടിൽ കണ്ണീരോടെ കാത്തു നിൽക്കുന്ന നിന്റെ ഉമ്മക്ക, നിന്നെ പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ടുവരുന്ന വാപ്പക്ക, അല്ലാതെ വടിയരികിലൂടെ നീ ബൈക്ക് ഓടിച്ചു കൊണ്ടുപോകുമ്പോ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന നിന്റെ കാമുകിക്കൊന്നും നഷ്ടപ്പെടാനില്ല. നോക്കി നിന്നിട്ട് കൂടെ നിന്ന് കൈയടിക്കുന്ന ചെറുപ്പക്കാരനൊന്നും നഷ്ടപ്പെടാനില്ല. പലപ്പോഴും ഞാൻ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഈ എടപ്പള്ളി വഴിയിലൂടെ പോകുമ്പോ എടപ്പള്ളിയിലെ ട്രാഫിക് ഗതാഗതം നമുക്കറിയാമല്ലോ. ആ ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുമ്പോഴും പുറകിൽ കൂട്ടുകാരനെ വെച്ച് നിരന്ന് കിടക്കുന്ന വാഹനങ്ങളുടെ ഇടയിലൂടെ വൈദ്യത്തോടെ വല്ലാത്ത ശബ്ദമുണ്ടാക്കി സൈലൻസറെ കട്ട് ചെയ്ത് പാഞ്ഞു പോകുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എന്നല്ല, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മടിത്തട്ടിലെടുത്ത് താരാട്ട് പാടിയതുമുണ്ട്. ഇന്ന് രാവിലെ പോലും നിന്നെ ഇറക്കി വിട്ട് നിന്റെ പ്രിയപ്പെട്ട മാതാവ് വീട്ടിലെ കാത്തിരിപ്പുണ്ട്, നിന്റെ പിതാവ് നിന്നെ കാത്തിരിപ്പുണ്ട്. നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെടുന്നത് അവർക്ക് മാത്രമാ എന്ന് മാത്രമല്ല, ഇനിയൊരു ഖുർആൻ പ്രബോധകൻ എന്ന രീതിയിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാ, ന്യൂ ജനറേഷൻ ചെറുപ്പക്കാരോട് ഈ സൈലൻസറെ കട്ട് ചെയ്തിട്ട് അരോചകമായ ശബ്ദമുണ്ടാക്കിയിട്ട് നിങ്ങൾ യാത്ര ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങളോട് പറഞ്ഞതാരെന്നറിയോ? നിങ്ങളുടെ സിട്ടാവായ അല്ലാഹു തന്നെയാ സൈലൻസർ കട്ട് ചെയ്തിട്ട് അരോചകമായ ശബ്ദ മലിനീകരണം ഉണ്ടാക്കി ബൈക്കുകൾ പായിക്കുന്ന ചെറുപ്പക്കാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗതാഗതത്തിന്റെ നിയമങ്ങൾ എന്തൊക്കെയാണ്, ഖുർആനും ഗതാഗത നിയമങ്ങളും എന്നൊരു വിഷയം തന്നെ ഞാൻ പലപ്പോഴും ജുമയ്ക്ക് സംസാരിച്ചിട്ടുണ്ട്. അല്ലാഹു ഗതാഗത നിയമത്തെ കുറിച്ച് ഖുർആനിൽ പറയുന്നുണ്ട്. എന്താ ഗതാഗത നിയമം എന്നറിയോ? അല്ലാഹു പറയാ, വഖസിദു ഫീ മശീക വഗുദു മിൻ സൗതിക ഇന്ന അൻകറ അസ്വാതില സൗതുൽ ഹമീർ. അറിയില്ലെങ്കിൽ ഖുർആനിൽ നിന്ന് പഠിച്ചുകൊള്ളുക. സൂറത്തുൽ ലുഖ്മാൻ അല്ലാഹു പറയാ, നമ്മളൊക്കെ റോഡിലൂടെ പോകുമ്പോ വലതുഭാഗത്ത് ട്രാഫിക്കിന്റെ ബോർഡിൽ സ്പീഡ് ലിമിറ്റ് എഴുതി വെക്കാറുണ്ട്. സ്പീഡ് ലിമിറ്റ് 60 km
km/h, അതല്ലെങ്കിൽ സ്പീഡിൽ വെച്ച് 80 km/h, 80 km ഒരു മണിക്കൂറിൽ 80 km സ്പീഡിലല്ലാതെ അമിത വേഗത ആപത്താണ്. ആദ്യമായി ഇത് ലോകത്തോട് പറഞ്ഞത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഒരു മണിക്കൂറിൽ 20 km സ്പീഡിൽ പോലെ സഞ്ചരിക്കാൻ കഴിയാത്ത ഒട്ടകമെന്ന വാഹനം മാത്രം മരുഭൂമിയിലൂടെ ഓടിച്ചുകൊണ്ട് നടക്കുമ്പോ ആ കാലഘട്ടത്തിലാണ്, ഒട്ടകത്തെ വാഹനമായി ഉപയോഗിച്ചൊരു കാലഘട്ടത്തിലാണ് അല്ലാഹുവിന്റെ റസൂൽ ഓതി പറയുന്നത് നിന്റെ സഞ്ചാര വേഗതയിലും മിതത്വം കാണിക്കണേ, അമിതമായ വേഗത എടുക്കരുതേ. നിന്റെ സഞ്ചാര വേഗതയിലും മിതത്വം കാണിക്കണേ, ഓവർ സ്പീഡ് പാടില്ല. മാത്രമല്ല നിന്റെ ശബ്ദം താഴ്ത്തണേ. നീ സഞ്ചരിക്കുമ്പോൾ, നീ യാത്ര ചെയ്യുമ്പോൾ നിന്റെ ശബ്ദം നീ താഴ്ത്തിക്കളയണേ. സൈലൻസറെ കട്ട് ചെയ്തിട്ട് ശബ്ദമലിനീകരണമുണ്ടാക്കി യാത്ര ചെയ്യുന്നത് അനുവദനീയമല്ലെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ ബോധിപ്പിക്കുമ്പോ ഇന്നനകറൽ അസ്വാത് ലസൗതുൽ ഹമീർ. അല്ലാഹു പറയാ ഏറ്റവും അരോചകമായ ശബ്ദം കരുതയുടെ ശബ്ദമാ. ആളുകൾക്ക് അരോചകത്വം ഉണ്ടാക്കുന്ന ശബ്ദങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ യാത്ര ചെയ്യരുതേ എന്ന് ഖുർആൻ പറയുമ്പോ അങ്ങനെ ഒന്ന് യാത്ര ചെയ്താൽ തന്നെ ഇത് ഖുർആനിന് എതിരെ പ്രവർത്തിക്കലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹു സുബ്ഹാനഹു വ തആല രാപ്പകലില്ലാതെ ഇങ്ങനെ അടിച്ചു പൊളിച്ചിട്ട് ആളുകളുടെ മുമ്പിലൂടെ ആഡംബരത്തിന്റെ ഭാവം കണ്ടിട്ട് ദവിക്കാനല്ല അല്ലാഹു നമ്മോട് പറഞ്ഞതെന്നറിയോ? അല്ലാഹുവിന്റെ പരലോകത്തെ ഭയന്നിട്ട് ജീവിതത്തിൽ നൈതികതയിലൂടെ ജീവിക്കുക. ആണും പെണ്ണും കലർന്നിട്ടുള്ള ഈ ജീവിതത്തിന് അവസാനം കൊടുക്കുക. ആണും പെണ്ണും തമ്മിലുള്ള ജീവിതം പ്രണയമെന്ന 3 അക്ഷരത്തിന് മുമ്പ് ആണും പെണ്ണും തമ്മിലുള്ള ബന്ധത്തെ ഏറ്റവും അസുരവൽക്കരിക്കുന്ന ആധുനിക ലോകത്തോട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആണും പെണ്ണും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനം എന്താ? ന്യൂ ജനറേഷൻ ചെറുപ്പക്കാരോട് ആണും പെണ്ണും കെട്ടിപ്പിടിച്ചിരുന്നാൽ കോഴിക്കോട് ഫറൂഖ് കോളേജിലിരുന്നപ്പോ ആണും പെണ്ണും ഒരു ബെഞ്ചിലിരുന്നപ്പോ ഒരധ്യാപകൻ ചേർന്നിരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞൊരു പെണ്ണിനെ പിടിച്ചു മാറ്റിയപ്പോ ലിംഗസമത്വം എന്ന് പറയുന്ന നീതിക്ക് വേണ്ടി വാദിച്ചിട്ട് മുമ്പോട്ട് വന്ന ഫെമിനിസ്റ്റുകളോട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ന്യൂ ജനറേഷൻ ആണും പെണ്ണും തമ്മിലുള്ള ബന്ധമേടെന്നറിയോ? ടൂറിന് പോകുമ്പോൾ, സ്റ്റഡി ടൂറിന് പോകുമ്പോൾ ഒന്നിച്ച് നിന്ന് സെൽഫി എടുക്കുന്ന പെൺകുട്ടികളുമായി ചേർന്ന് നിന്നിട്ട് സെൽഫി എടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, തന്റെ മകളെ ടൂറിന് വിട്ടിട്ട് തിരിച്ചു വരുമ്പോ അവളുടെ മൊബൈൽ ഫോണിന് അന്യ ചെറുപ്പക്കാരന്റെ കൂടെ നിന്ന് സെൽഫി ഒട്ടിച്ചേർന്ന് നിൽക്കുമ്പോ സെൽഫി എന്ന് പറഞ്ഞാൽ തന്നെ മൊബൈൽ ഫോണിന്റെ ക്യാമറയുടെ മെഗാ പിക്സലിന്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കാൻ പരമാവധി ഒട്ടിച്ചേർന്ന് നിന്നിട്ട് എടുക്കുന്ന ഫോട്ടോയാണ് സെൽഫി. സ്റ്റഡി ടൂർ കഴിഞ്ഞ് വരുമ്പോ, അതല്ല ഏതെങ്കിലും ടൂർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ തന്റെ മകള് പരപുരുഷന്റെ കൂടെ ഒട്ടിപ്പിടിച്ചിട്ട് സെൽഫി എടുത്തിട്ട് ഫോട്ടോ കാണിക്കുമ്പോ അത് അത്ഭുതത്തോടെ വിടർന്ന കണ്ണുകളോടെ നോക്കി നിന്നിട്ട് ഒന്ന് പ്രതികരിക്കാത്ത ഉമ്മ. ആണും പെണ്ണും തമ്മിലുള്ള ബന്ധത്തെ പരിശുദ്ധമായി ഇസ്ലാം നിർവചിക്കുന്നതെന്നറിയോ? പ്രണയമെന്ന് പറയുന്നത് ഇന്ന് മാത്രമല്ല, നിങ്ങൾക്കറിയുമോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലൂടെ ജീവിച്ചു വന്ന ഒരു ചെറുപ്പക്കാരൻ മക്കയിലുണ്ടായിരുന്നു. അയാൾക്കൊരു കാമുകിയുണ്ടായിരുന്നു. ഇശാ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വരുമ്പോ അയാള് കാമുകിയുടെ വീട്ടിന്റെ സൈഡിലൂടെ നടന്നു പോവുകയാ. എപ്പോഴാന്നറിയോ? ഇശാ നമസ്കാരം കഴിഞ്ഞ് മക്കയിലെ പള്ളിയിൽ ഇശാ നമസ്കാരം കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുമ്പോ സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ടല്ല, ഗാനമേള കഴിഞ്ഞിട്ടല്ല, ഇശാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ആ പ്രിയപ്പെട്ട കാമുകിയുടെ വീടിൽ അടുക്കൽ പോയി നിന്നിട്ട് തന്റെ പ്രിയപ്പെട്ട കാമുകിയെ കണ്ടപ്പോ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ചോദിച്ചു, പത്ര പെണ്ണേ
നിന്റെ ശരീരം നീ എനിക്ക് സമർപ്പിക്കുമോ പെണ്ണ്? എന്റെ പ്രണയം നിനക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ആ പ്രണയത്തിന് പകരം നിന്റെ ശരീരം നീ എനിക്ക് തരുമോ പെണ്ണ്? വഴിതെറ്റുന്ന ന്യൂ ജനറേഷൻ ചെറുപ്പക്കാരോട് പ്രണയത്തിന്റെ പേരിൽ വിവാഹത്തിന്റെ പൂർവ്വബന്ധം നടത്തുമ്പോ കേരളത്തിലെ പ്രധാനപ്പെട്ട കോളേജുകളിൽ നടത്തിയ സർവേ പ്രകാരം 60% വിദ്യാർത്ഥികൾ കല്യാണത്തിന് വിവാഹത്തിന് മുമ്പുള്ള ലൈംഗിക ബന്ധത്തെ അംഗീകരിക്കുന്നവരാ. നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ടുണ്ടോ? കേരളത്തിന്റെ കഥ. 60% ആളുകളും വിവാഹത്തിന് മുമ്പുള്ള ലൈംഗിക ബന്ധത്തിന് പ്രശ്നമില്ലെന്ന് കരുതുന്നവരാ. പ്രണയമെന്നത് ശരീരത്തിന്റെ കൂട്ടിപ്പിടിച്ചിലാണെന്ന് കരുതുന്നവരോട് തന്റെ പെണ്ണിന് മുമ്പിൽ പ്രണയത്തെ പറഞ്ഞിട്ട് ആ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണേ എനിക്ക് നിന്നോട് വല്ലാത്ത പ്രേമമാണ് പെണ്ണേ, നിന്റെ ആ ശരീരം നീ എനിക്ക് സമർപ്പിക്കുമോ എന്ന് ചോദിച്ചപ്പോ സുന്ദരിയും സുമുഖിയും സുശീലയുമായ പെൺകുട്ടി പറഞ്ഞ മറുപടി എന്നെ കേൾക്കാത്ത ന്യൂ ജനറേഷൻ പെണ്ണുങ്ങളോട് യുവതികളോട് ഓർമ്മിപ്പിക്കുകയാ. ആ ചെറുപ്പക്കാരൻ കാമുകം വന്ന് തന്നോട് പ്രണയാഭ്യർത്ഥന നടത്തിയപ്പോ ആ പെണ്ണ് പറഞ്ഞു, പത്ത ചെറുപ്പക്കാരാ നീ പറഞ്ഞ കാര്യം നാളെ യൗമുത്തകാബൻ അല്ലാഹു പരിചയപ്പെടുത്തിയ അല്ലാഹു യൗമുത്തകാബനെന്ന് പരിചയപ്പെടുത്തിയ പരലോകത്തേക്ക് മാറ്റിവെക്ക് ചെറുപ്പക്കാരാ. നീ എന്നോട് പറഞ്ഞ പ്രണയമുണ്ടല്ലോ, നീ എന്നോട് പറഞ്ഞ ബന്ധമുണ്ടല്ലോ, ആ ബന്ധം നിനക്ക് നാളെ യൗമുത്തകാബൻ അല്ലാഹു പരിചയപ്പെടുത്തിയ പരലോകത്ത് ഗുണകരമാകുമെങ്കിൽ ആ പരലോകത്ത് മാറ്റണേ ചെറുപ്പക്കാരാ. എന്താ യൗമുത്തകാബൻ എന്നറിയോ? എല്ലാവരും ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും ഒരുമിച്ചിട്ട് പടച്ചറപ്പിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന പരലോകത്തിന്റെ ദിവസമാണ്. ആ ദിവസത്തിലേക്ക് നമുക്കിത് പ്രയോജനം ചെയ്യുമെങ്കിൽ ആ നാട്ടിലേക്ക് ആ ദിവസത്തിലേക്ക് മാറ്റിവെക്കണേ ചെറുപ്പക്കാരാ. പരലോകമെന്ന് കേട്ടപ്പോ പേടിച്ചു വിറച്ചുപോയി. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, പെണ്ണേ ഇല്ല ഇല്ല, ആണും പെണ്ണും 21-ാം നൂറ്റാണ്ടില് പടക്കപ്പെട്ടതല്ല. ആണും പെണ്ണും പണ്ട് കാലത്തും ഉണ്ടായിരുന്നു, ആ കാലത്തും പ്രണയമുണ്ടായിരുന്നു. പക്ഷേ ആ പ്രണയത്തെ കുറിച്ച് പറഞ്ഞപ്പോ ആ പ്രണയം മരിതാവിയുടെ മേച്ചിൽപ്പുറത്തിലോട്ട് കടന്നു പോയപ്പോ തന്റെ മുമ്പിലേക്ക് പ്രേമാഭ്യർത്ഥനയുമായി വന്ന ചെറുപ്പക്കാരനോട് പരലോകം പറഞ്ഞിട്ട് അവന്റെ ഹൃദയത്തിൽ പേടിയുണ്ടാക്കി കൊടുത്ത യുവതിയെ നൂതനദേശ യുവതികൾക്ക് ഞാൻ സമർപ്പിച്ചു കൊടുക്കുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അങ്ങനെ തന്റെ മുമ്പിലേക്ക് വരുന്ന ചെറുപ്പക്കാരനോട് പരലോകത്തെ കുറിച്ച് ഉപദേശിക്കുന്ന ഒരു പെണ്ണുണ്ടാവണം. ആ പെണ്ണാണ് പുതിയ തലമുറയുടെ പെണ്ണ്. അള്ളാഹു നമ്മുടെ സഹോദരിമാരെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. ആമീൻ പറ മനുഷ്യന്മാര്. നിങ്ങൾ എന്തിട്ട് ചത്തുകുത്തിരിക്കണം? ഞാൻ ഒരു മിനിറ്റ് പോലും കളയാതെ, ഞാൻ കാരണം അറിഞ്ഞോ എന്തോ ഒരു മിനിറ്റ് പോലും കളയാതെ ഞാൻ പറയാം. അപ്പൊ അതിന്റെ ഇടയിൽ നിങ്ങളൊന്ന് സഹകരിക്കാതിരുന്നാൽ മുമ്പോട്ട് അധികം പോവില്ല. സദസ് എങ്ങനെ സഹകരിക്കുന്നു അതിനനുസരിച്ചാ മുമ്പോട്ട് പോവാ. ഇന്ന് അങ്ങനെ ഒരു പെണ്ണിനെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറയാ, ഒരു ചെറുപ്പക്കാരൻ റോഡരികിൽ നിൽക്കാവും, വന്നിട്ട് ആ പെണ്ണിനോട് പറയാ, പെണ്ണ് എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഐ ലവ് യു എന്ന് പറയുമ്പോ ഇത് നിനക്ക് നാളെ പരലോകത്ത് പ്രയോജനം ചെയ്യുമെങ്കിൽ ആയിക്കോ, ഇല്ലെങ്കിൽ ഇത് പരലോകത്തേക്ക് മാറ്റിവെച്ചോ എന്ന് പറയുന്ന ഒരു കുട്ടി ഇന്ന് ലോകത്തിന്റെ സ്വപ്നമാണ്. ന്യൂ ജനറേഷൻ ഇങ്ങനെയാവണം. തന്റെ മുമ്പിലോട്ട് വരുന്ന ആളുകളോട് പ്രേമം പണ്ട് ആണും പെണ്ണും ആദ്യമായിട്ട് സൃഷ്ടിക്കപ്പെട്ടതൊന്നും അല്ലല്ലോ. ആണും പെണ്ണും പണ്ടും ഉണ്ടായിരുന്നു. അവര് തമ്മിൽ ഇടപെടലുകൾ ഉണ്ടായിരുന്നു, അവര് തമ്മിൽ വ്യവഭേദങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തും ആണിനെയും പെണ്ണിനെയും തമ്മിൽ ഈ അശ്ലീലതയുടെ മറവർക്ക് സൃഷ്ടിച്ചു കൊടുത്തത് ഖബറിനെ കുറിച്ചുള്ള ചിന്തയാണ്, പരലോകത്തെ കുറിച്ചുള്ള ചിന്തയാണ്. ആ ചിന്ത അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറഞ്ഞാൽ കൊള്ളാം. അള്ളാഹു നമുക്ക് ആ ചിന്ത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ആള് കുറവുള്ളൂന്ന് എനിക്ക് പ്രശ്നമില്ല. ഇന്നലെ ആള് കുറവാന്ന് പക്ഷെ സദസ്സിനൊരു ജീവനില്ലെങ്കിൽ പിന്നെ എനിക്കത് വലിയ ഇഷ്ടമുണ്ടാവും. പിന്നെ ഞാൻ എൻ്റെ വഴിക്കങ്ങ് പോകും.
വന്നിരിക്കുന്ന ആളുകൾ വെറും കാഴ്ചക്കാരാവുമ്പോൾ ഒരു ഇൽമിന്റെ സദസ്സിൽ വന്നിരുന്നിട്ട് ആമീന്ന് 4 അക്ഷരം പറയാൻ നമ്മുടെ നാക്കിന് ഉറക്ക ഒരു ശബ്ദം കിട്ടണില്ലെങ്കിൽ പിന്നെ നമ്മൾ വാത് കേട്ടിട്ട് എന്താ കാര്യമുള്ളത്? ഇത് വെറുതെ ഒരു വിനോദ ഉപാധി എന്നതിനപ്പുറത്തേക്ക് എന്താ അതിനൊരു പ്രയോജനം ഉണ്ടാവും? ഒരു കാര്യം നമ്മൾ വളരെ വ്യക്തമായി പറയുമ്പോൾ തന്നെ മുമ്പിലേക്ക് വരുന്ന ചെറുപ്പക്കാരനോട് പരലോകത്ത് പേടിക്കണേ എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ടാവണമെങ്കിൽ അതൊരു മിറക്കിൽ, ഒരു മാജിക് കൊണ്ടൊന്നും അത് ഉണ്ടാവില്ല. അങ്ങനെ ഒരു പെണ്ണ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ന് നമ്മൾ കരുതണം. അങ്ങനെ ഒരു പെൺകുട്ടി നമുക്കുണ്ടായാൽ ഇനി അഖാഫുല്ലാ, എനിക്കെൻ്റെ അള്ളാനെ പേടിയാന്ന് ഈ കാലത്ത്, ഈ ദുഷിച്ച കാലത്ത് പറയാൻ കഴിയണമെങ്കിൽ അത് അള്ളാഹു ഒരു മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു വരദാനമാണ് എന്ന് മാത്രമേ നമുക്ക് കരുതാൻ കഴിയൂ. അള്ളാഹു നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി തരട്ടെ. അപ്പൊ ആമീന്റെ ഫളായിൽ പറഞ്ഞ് പറയിപ്പിക്കാൻ വലിയ പാടാണ്. പ്രണയം പണ്ടും ഉണ്ടായിട്ടുണ്ട്. ലൈല മജ്നൂൻ ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രണയമാണ്. അതിന് സമാനതകളുള്ള ഒരു പ്രണയം പിന്നീട് കഴിഞ്ഞിട്ടില്ല. എന്നാലും മജ്നൂൻ പ്രേമിച്ച ലൈല കറുപ്പായിരുന്നു. മജ്നൂൻ സ്നേഹിച്ച ലൈല വെളുപ്പായിരുന്നില്ല. യഖൂലു ലൈല അസ്വദുൻ ഹബശിയ ലൗലാ സവാദുൽ മിസ്കി മകാന ആലിയ. എല്ലാവരും ചോദിക്കുന്നു, ഈ കറുകറുത്ത ലൈലയെ പ്രേമിച്ചത് എന്തിന്? അപ്പോ കാമുകനായ മജ്നൂൻ പറഞ്ഞതാണ്, കറുപ്പിൽ എന്ത് കാര്യമിരിക്കുന്നു? ലൗലാ സവാദുൽ മിസ്കി മകാന ആലിയ. വളരെ വിലപിടിപ്പുള്ള കസ്തൂരിക്ക് കറുപ്പ് നിറമാണല്ലോ, പിന്നെ എന്റെ ലൈല കറുത്താൽ എന്ത്? അത്രത്തോളം പ്രണയം ഹൃദയത്തിൽ പിടിച്ച ലൈല മജ്നൂന്റെ കഥകളൊക്കെ പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും കാമുകിയെ പ്രണയം നടിച്ച് കാമുകിയെ കൂട്ടിക്കൊണ്ടുപോയി ഹോട്ടൽ മുറിയിൽ അവനവന്റെ ആവശ്യവും അവൻ കൊതിച്ചതും കിട്ടിയതിനു ശേഷം അത് വീഡിയോയിൽ പകർത്തി പിന്നെ അവളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട കാമുകന് ചരിത്രത്തിന്റെ ഇന്നലകളിൽ നമ്മൾ കേട്ടിട്ടില്ല. ഉണ്ടോ? എവിടെയെങ്കിലും? ഇമ്രുൽ കൈസിന്റെ കഥ കേട്ടിട്ടുണ്ട്. പണ്ഡിതന്മാർക്കറിയാം, ഇമ്രുൽ കൈസ് എന്ന് പറഞ്ഞാൽ പ്രണയത്തെ വല്ലാത്ത ഒരു തലങ്ങളിലോട്ട് കൊണ്ടുപോയ ആളാണ്. നമ്മുടെ സബൂൽ മോഹല്ലൊക്കെയുള്ള ഇബ്രഗൈസല്ലേ? ഏടാ അതിനകത്തുള്ള ഒരു കഥാപാത്രം. അതേതായാലും ഞാൻ നിങ്ങളോട് ആ പ്രണയകഥ പറയണില്ല. ചരിത്രത്തിന്റെ ഇന്നലകളിൽ പ്രണയത്തെ ഒരു വല്ലാത്ത തലങ്ങളിലോട്ട് കടത്തിക്കൊണ്ടുപോയ ആളാണ് ഇമ്രുൽ കൈസ്. അർത്ഥം നൽകാൻ അറിയണ്ട. ഒരു കാലത്തെ പ്രണയല്ലേ അങ്ങനല്ലേ? ഞാൻ ഒരു 10-12 വർഷം മുമ്പ് പഠിച്ച, പിന്നെ തുറന്നു നോക്കിയിട്ടില്ല. അഭിനവകാല ന്യൂ ജനറേഷന്റെ പ്രണയം എവിടെ എത്തി നിന്നത്? കാമുകിയെ വശീകരിക്കുക, കാമുകിയെ വശീകരിക്കുക എന്ന് പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിനവകാല ന്യൂ ജനറേഷന്റെ വാർത്ത കേൾക്കുക. നമ്മുടെ വെളിപ്പാടുകളെയാ കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രാകൃത ജനതയിൽ പോലും കേട്ടിട്ടില്ലാത്ത, കാട്ടുവർഗക്കാരിൽ പോലും കണ്ടിട്ടില്ലാത്ത, ഒരേ സമയത്ത് 3 പുരുഷന്മാരുമായി കിടപ്പുറമം കണ്ടു. അതിലൊരു പുരുഷനെ മറ്റ് 2 പേരുമായി കൂടിച്ചേർന്ന് കുളിമുറിയിൽ കൊണ്ടുപോയി തലക്കടിച്ച് കൊലപ്പെടുത്തുമ്പോ അറസ്റ്റ് ചെയ്യപ്പെട്ട പെണ്ണ് പറയാ, അവന്റെ തലയിൽ കരികല്ല് കൊണ്ടടിച്ചത് ഞാനാണെന്ന് മൊഴി കൊടുക്കുമ്പോ, ഇത് ലണ്ടന്റെ കഥയല്ല, ഇത് യൂറോപ്പിന്റെ കഥയല്ല, ഇത് നമ്മളെത്തി നിൽക്കുന്ന ഒരു ലോകത്തിന്റെ കഥകളാ. വാർത്തകൾ പറയുമ്പോൾ ഇനി അറിയാത്ത വാർത്തകൾ എത്ര വീടുകളുടെ ഗൃഹാന്തരങ്ങളിൽ നടക്കുകയാ. ഒരേ സമയം 3 ചെറുപ്പക്കാരുമായി കിടപ്പുറ പങ്കിടുന്ന, അതിന്റെ പ്രതികളിൽ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവരുണ്ട്, അതിന് സമൂഹത്തിൽ മേൽവിലാസമുള്ളവർ
നടക്കുന്നവരുണ്ട്. അല്ലാതെ സമൂഹത്തിലെ തെരുവോരത്ത് കിടന്ന് ഭിക്ഷയാടിക്കുന്ന സംസ്കാരമില്ലെന്ന് നമ്മൾ പറയുന്നവരുടെ കഥയല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറഞ്ഞാൽ നമ്മളെക്കാൾ സംസ്കാരമുള്ളത് ചോർന്നലിക്കുന്ന മടയത്തൊന്ന് തലയുടങ്ങാൻ കഴിയാതെ കടത്തിണ്ണകളിൽ അന്തിയുറങ്ങുന്ന തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കറുകറുത്ത നാടോടി പെണ്ണുങ്ങളില്ലേ, രാവിലെ മുതൽ വൈകുന്നേരം വരെ കേബിൾ കുടിച്ചിട്ട് നട്ടുച്ച നേരത്ത് ജോലി ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ട് വൈകുന്നേരം ആ സമയത്ത് കേബിൾ കുടിക്കുമ്പോഴും നിങ്ങളുടെ ഓമനപ്പൈതലിന്റെ മറുഭാഗത്ത് മരത്തിന്റെ കൊമ്പില് ഒരു തുണിയിൽ കെട്ടി തൂക്കിയിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടി കൊടുക്കുന്ന രാത്രിയിലെ കടത്തിണ്ണയിലെ തന്റെ ഭർത്താവുമൊത്ത് പ്രിയപ്പെട്ട കുഞ്ഞിനെ മാറോട് ചേർത്ത് കിടക്കുന്ന തമിഴ്നാട്ടിലെ നാടോടി പെണ്ണും നാടോടി പുരുഷനും നാടോടി മാതാപിതാക്കൾ അവര് സ്വന്തവര് നട്ടുച്ച നേരത്ത് കേബിൾ കുടിച്ചിട്ട് പൈസ കൊണ്ട് മക്കളെ വളർത്തുന്നവർ ഇതേവരെ അവരെ വളർത്തിക്കൊണ്ട് വന്ന മകളെ വ്യഭിചാരത്തിന് കൂട്ടിക്കൊടുത്തിട്ടില്ല. അതുവഴി അവര് സുഖം തേടി പോയിട്ടില്ല. ആ രാത്രിയിൽ വരുന്ന ദുഷ്ടന്മാരുടെ കൈകളിൽ നിന്ന് മക്കളെ രക്ഷിക്കാൻ കെട്ടിപ്പിടിച്ചു കിടക്കുന്ന നാടോടി പെൺകുട്ടികൾ അവരെ നമ്മളെക്കാൾ സംസ്കാരമുള്ളവരാണ്. കാരണം ഇന്ന് നമ്മൾ കേൾക്കുന്നത് സ്വന്തം പെൺകുഞ്ഞുങ്ങളെ പോലും വിച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾ, 14 വയസ്സുകാരിയ പെൺവാണിഭ സംഘത്തിന് കൈമാറുന്ന അമ്മ എല്ലാം പറയുന്നത്. അച്ഛനെ പണ്ട് കാലത്ത് നമ്മൾ പറയാറുണ്ട്, മക്കളും ആ പ്രായബുദ്ധിയായാൽ അച്ഛന് പിന്നെ ഉറക്കമില്ല. കാലം മാറി, കഥ മാറി, ന്യൂ ജനറേഷൻ കടന്നു വന്നു. ഇന്ന് പ്രായബുദ്ധിയായ മക്കൾക്ക് ഉറക്കമില്ല. പണ്ട് അച്ഛനാണ് ഉറക്കമില്ലാത്തത്, ഇന്ന് മക്കൾക്കാണ് ഉറക്കമില്ലാത്തത്. ഒരു പെണ്ണ് പ്രായബുദ്ധിയായി കഴിഞ്ഞാൽ ഉറങ്ങിക്കിടക്കുന്ന ബെഡ്റൂമിന്റെ വാതിൽ കുച്ചിടാതെ കിടക്കാൻ അവൾക്ക് പേടിയാ. അവൾക്ക് പേടി കള്ള് കച്ചവടക്കാരനെയല്ല, അവൾക്ക് പേടി സാമൂഹിക വിരുദ്ധനെയല്ല, മറുഭാഗത്ത് കിടന്നിറങ്ങുന്ന സ്വന്തം പിതാവിനെ പേടിച്ചുണ്ട് രാത്രിയിൽ കിടന്നുറങ്ങാൻ ഒരു പെണ്ണിനെ കഴിയാത്ത രീതിയിൽ എല്ലാം പെണ്ണാന്ന് കരുതുന്ന ലോകത്തേക്ക് കടന്നു പോകുമ്പോ സഹോദരങ്ങളെ, മലയാളത്തിലൊരു ചെറിയ കവിയുണ്ട് സത്താറാദൂർ. അദ്ദേഹത്തിന്റെ ഒരു ചെറിയ കവിത ഈ സമയത്ത് ഞാൻ വായിച്ചു. അയാള് പറയാണ്, ഒരു പെൺകുട്ടിയുടെ ഗദ്ഗതം പാതിരാത്തിന്റെ മറവിൽ കിടന്നുറങ്ങുമ്പോ തന്റെ മാരിടത്തിലേക്ക് കമിഴ്ന്നു വീടുന്നവനിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അച്ഛാ എന്ന് നിലവിളിക്കാൻ വാതുറന്നപ്പോ അപ്പോഴാണ് അവൾ അറിഞ്ഞത് തന്നെ മാനം കെടുത്താൻ വരുന്നത് തന്റെ അച്ഛനാണെന്ന്. ഇനി ആരാണ് അവൾ അഭയത്തിന് വേണ്ടി വിളിക്കുക? ഈ കേരളത്തിന്റെ സാമൂഹിക അവസ്ഥയെ കുറിച്ചിടുന്ന 2 വരികൾ. അച്ഛാ എന്ന് വിളിക്കേണ്ട പെണ്ണിനെ അച്ഛനാണ് കീഴ്പ്പെടുത്തുന്നതെന്ന് വരുമ്പോ ഇനി അവൾ ആരുടെ മുമ്പിലാണ് നോക്കുക? പ്രണയമെന്ന് പറയുന്നത്, പെണ്ണെന്ന് പറയുന്നത് ഭോഗിക്കാനുള്ള ഒരു വസ്തുവാന്ന് കരുതുന്ന ലോകത്തിന്റെ മുമ്പിലാണ് ധാർമ്മികത നഷ്ടപ്പെട്ടു പോകുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രണയം പണ്ടുമുണ്ടായിട്ടുണ്ട്. ലൈലാ മജ്നൂന്റെ പ്രണയം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കാമുകിയെ കടപ്പുറയിൽ കൊണ്ടുപോയി സർവ്വതം കവർന്നെടുത്തിട്ട് അവളെ മൊബൈൽ ക്യാമറയിൽ പകർത്തി എല്ലാം ഭീഷണിപ്പെടുത്തുന്ന ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന കാമുകനെ കേട്ടിട്ടില്ല. മജ്നൂൻ പറഞ്ഞത് എന്തെന്നറിയോ? ലൈലാ വമാ ലൈലാ വലമാറ മിഥിലഹാ വകൈഫ തറാ ലൈലാ ബിഐനിൻ തറാ ബിഹാ സിവാഹാ ഫമാ തഖറത് ബിൽ മദാമിഇ. മജ്നൂൻ എന്ന കാമുകം പാടിയൊരു വാക്കാണ്, ഒരു പ്രേമ കാവ്യമാണ് നിങ്ങളോട് ഞാൻ ന്യൂ ജനറേഷനോട് പാടിത്തന്നത്. وكيف ترى ليلى بعين ترى بها سواها فما تخرت بالمدامع. എന്റെ ലൈലയെ കണ്ട കണ്ണുകൾ കൊണ്ട് ഞാൻ ലൈലയല്ലാത്ത വേറൊരു പെണ്ണിനെ കണ്ടാൽ പിന്നെ ആ കണ്ണുകൊണ്ടല്ലേ ലൈലയെ കാണണമെങ്കിൽ ആ കണ്ണ് കഴുകിയതിലുള്ള അഴുക്ക് കളഞ്ഞാലല്ലാതെ എന്റെ ലൈലയല്ലാത്തൊരു പെണ്ണിനെ ഞാൻ കണ്ടാൽ എന്റെ കണ്ണ് ശുദ്ധമായി. ഞാൻ പ്രേമിച്ച എന്റെ പെണ്ണല്ലാതെ വേറൊരു പെണ്ണിനെ ഞാൻ നോക്കിയല്ലോ. പിന്നെ അത് കഴുകി ശുദ്ധിയാക്കിയാലല്ലാതെ പിന്നെ എനിക്ക് എന്റെ ലൈലയെ കാണാൻ കഴിയില്ലെന്ന് അവാച്യമായ പ്രണയത്തിന്റെ അനുഭൂതികൾ തന്റെ ഈരടികളോട് ലോകത്തോട് പറഞ്ഞ ലൈലാ മജ്നൂന്റെ ഈരടികളെ കടമെടുത്തിട്ട് ലോകത്തിന്റെ സാംസ്കാരിക നായകനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു തആല ചോദിക്കുകയാ, എടാ പൊന്നുമോനെ, ഇതാണ് മജ്നൂന്റെ അവസ്ഥയെങ്കിൽ നിന്റെ ഈ കണ്ണുകൾ
കൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ഹറാമുകൾ മുഴുവനും കണ്ടിട്ട് മരിക്കുന്നതിന് മുമ്പ് ആ കണ്ണിനെ കണ്ണുനീര് കൊണ്ട് കഴുതി ശുദ്ധിയാക്കാൻ എങ്ങനെയാണ് അള്ളാന്റെ ലിക്കായിനെ നിനക്ക് കാണാൻ പറ്റുക? ഉള്ള ഹറാമുകൾ മുഴുവനും കണ്ടെടുത്തിട്ട് അവസാനം മരിക്കുന്നതിന് മുമ്പ് കണ്ണുനീര് കൊണ്ട് ഈ കണ്ണൊന്ന് കഴുകി ശുദ്ധിയാക്കാതെ എങ്ങനെയാ നിന്റെ റബ്ബിന്റെ ലിക്കായിനെ കാണുക? എങ്ങനെയാണ് നിന്റെ സ്വർഗത്തെ കാണുക? അതുകൊണ്ട് ഹറാമ് കാണാനല്ല, ഹറാമ് ചെയ്യാനല്ല. പ്രണയമായി വരുന്നവനോട് മഹിസറെ കുറിച്ച് പറഞ്ഞു കൊടുത്ത പെണ്ണിനെ പോലെ എന്റെ ന്യൂ ജനറേഷൻ ചെറുപ്പക്കാരാ, മക്കയിലൊരു മഹാമക്കയിൽ ഏറെ സൗന്ദര്യമുള്ള ഒരു പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണ് വഴിയിലൂടെ നടന്നാൽ നോക്കാത്തവരാരുമില്ല. ആ പെണ്ണ് റോഡിലൂടെ നടന്നു പോയാൽ കണ്ണുള്ള ചെറുപ്പക്കാരെ നോക്കാതിരിക്കുകയില്ല. അത്രയേറെ മാദക സൗന്ദര്യത്തിടമായ ഒരു പെണ്ണ് മക്കയിലുണ്ടായിരുന്നു. ഒരു ദിവസം ആ പെണ്ണിന്റെ ഭർത്താവ് പെണ്ണിനോട് ചോദിച്ചു, പത്രേ പെണ്ണേ പെണ്ണേ നീ റോഡിലൂടെ ഇറങ്ങി നടക്കുമ്പോൾ നിന്നെ നോക്കാത്ത ഏതെങ്കിലും ചെറുപ്പക്കാരന് ഈ മക്കയിലുണ്ടോ പെണ്ണേ? ആ സമയത്ത് പെണ്ണ് പറഞ്ഞു, ഇല്ല ഇല്ല, ഞാനെന്ന് ഇറങ്ങി നടന്നാൽ എന്റെ ശരീരത്തിന്റെ സൗന്ദര്യം കണ്ടാൽ എന്നെ നോക്കാത്തൊരു ചെറുപ്പക്കാരൻ മക്കയിലില്ല. ആ സമയത്താണ് ഭർത്താവ് ചോദിച്ചത്, പെണ്ണേ നീ സൗന്ദര്യമായി നടന്നു പോയാൽ നിന്നെ കണ്ണുകൊണ്ട് നോക്കാത്തൊരു ചെറുപ്പക്കാർ നീ മക്കയിലില്ല എങ്കിൽ അള്ളാഹു നിനക്ക് തന്ന സൗന്ദര്യം കൊണ്ട് നിനക്ക് കഴിയുമോ? മഹാനായ ഉബൈദ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം മക്ക ഹറമിലെ പണ്ഡിതനാണ്. മക്കയിലെ ഹറമിന്റെ മത്താഫിൽ ഇരുന്നിട്ട് ദർസ് പറഞ്ഞു കൊടുക്കുന്ന അള്ളാഹനെ പേടിക്കുന്ന ചെറുപ്പക്കാരനാ. നിന്റെ സൗന്ദര്യം കൊണ്ട് ഉബൈദ് ബിൻ ഉമൈറിനെ ഒന്ന് നോക്കിക്കാൻ നിന്നെ കൊണ്ട് കഴിയോ പെണ്ണേ? നിന്നെ കൊണ്ട് കഴിയോ പെണ്ണ്? ന്യൂ ജനറേഷൻ ചെറുപ്പക്കാരാ, ചരിത്രത്തിന്റെ ഉബൈദ് ബിൻ ഉമൈറാവാൻ, ചരിത്രത്തിന്റെ ഉമൈർ ബിൻ ഉമൈദാകാൻ വിശ്വത്തിന്റെ വിശാല വീതികൾ, വിശ്വാസത്തിന്റെ വിശാലത പഠിപ്പിച്ചു കൊടുത്ത ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മ മക്കയിലാണ് നടക്കുക. ആ പെണ്ണണിഞ്ഞൊരുങ്ങിയിട്ട് മഹാനായ ഉബൈദ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു മക്കയിലെ ദർസിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ആ പെണ്ണ് ചോദിച്ചു, ഉബൈദ് ബിൻ ഉമൈറേ, എനിക്ക് നിങ്ങളോട് കുറച്ച് മസല ചോദിക്കാനുണ്ട്, ഞാൻ ചോദിച്ചു കൊള്ളട്ടെയോ നിങ്ങളോട്? ഉബൈദ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു അനുവാദം കൊടുത്തു. ആ പെണ്ണ് പറഞ്ഞു, ഇല്ല ഇല്ല, എന്റെ ചോദ്യങ്ങൾ പരസ്യമായിട്ടൊരു സദസ്സിന് ചോദിക്കാൻ കഴിയില്ല. നമുക്ക് ആ ഹറമിന്റെ മറുഭാഗത്തുള്ള മുറ്റത്തെ മറവുള്ള ഭാഗത്തേക്ക് മാറി നിൽക്കാം. ആ പെണ്ണവിടേക്ക് മാറി നിന്നു. ഉബൈദ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, എന്താ ചോദിക്കാനുള്ളത് പറഞ്ഞുകൊള്ളുക. ആ പെണ്ണ് ചോദിച്ച ചോദ്യമേനെന്നറിയോ? ഉബൈദ് ബിൻ ഉമൈറേ, ഈ ഭിത്തിയുടെ മറുഭാഗത്ത് ഇങ്ങനെ നമ്മൾ നിൽക്കുമ്പോ ആരും നമ്മളെ കണ്ടിട്ടില്ല. അതുകൊണ്ടുണ്ട് ഈ സുന്ദരമായ ശരീരം, മക്കയിലെ ചെറുപ്പക്കാരുടെ ഉറക്കം കിടത്തുന്ന മാദക ശരീരം ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുകയാ. എന്നിലേക്ക് വരൂമേ, എന്നിലേക്ക് വരൂമേ. ഈ സാഹചര്യത്തെയാണ് നമ്മുടെ ഖുർആൻ നമ്മോട് പറഞ്ഞു കൊടുത്തത്. ചന്ദനക്കട്ടിൽ ചാരി ഇരുന്നിട്ട് വീടിന്റെ അറ്റത്ത് നിൽക്കുന്ന സുന്ദരനായ യൂസുഫിനെ പ്രേമാതിരാഗത്തോടെ കെട്ടിപ്പിടിച്ച യൂസുഫിനെ സുലൈഖ കെട്ടിപ്പിടിക്കാൻ വന്നപ്പോ എനിക്കെന്റെ റബ്ബിനെ പേടിയാ, എനിക്കെന്റെ റബ്ബിനെ ഭയമാ, എനിക്ക് നരകത്തിന്റെ തീയെ പേടിയാ, എനിക്ക് സിറാത്ത് എന്ന പാലത്തെ ഭയമാ, എനിക്ക് പടച്ചറപ്പിന്റെ മുമ്പ്, പച്ചമണ്ണിൽ നിന്ന് പടച്ചെടുത്ത പടച്ചറപ്പിന്റെ മുമ്പ് ഏകനായി വിചാരണ നേരിടുന്ന ദിവസത്തെ പേടിയാ എന്ന് പറഞ്ഞിട്ട് സുന്ദരിയായ സുലേഖയോട് അല്ലാഹുവിനെ പേടിയാന്ന് പറഞ്ഞ യൂസുഫ് നബിയുടെ ചരിത്രം ഹറം ഷരീഫിന്റെ മുറ്റത്ത് ആവർത്തിക്കപ്പെടുകയാ. യൂസുഫിന് മറ്റൊരു ചരിത്രത്തിന്റെ യൂസുഫായി ഉബൈദ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു. ആരുമില്ലാത്ത സമയത്തും മാദകത്തിടമ്പായ പെണ്ണ് തന്നെ വിളിക്കുമ്പോ ആ പെണ്ണിനോട് ചോദിച്ചു, പത്ര പെണ്ണേ, നീ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആ പെണ്ണിനോട് ചോദിച്ചു, പെണ്ണേ നാളെ നിന്റെ അടുക്കലേ കസറായിൽ വന്നിട്ട് 6 അടി മണ്ണിലേക്ക്
നീ തിരിച്ചു പോകുമ്പോ 6 അടി മണ്ണിന്റെ ഉള്ളിൽ 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് നിന്റെ ഖബറിന്റെ ഉള്ളിൽ നീ കിടക്കുമ്പോ മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക എന്ന് നിന്നോട് ചോദിക്കുന്ന ദിവസം 6 അടി മണ്ണിന്റെ ഉള്ളിൽ നീ ഒറ്റയ്ക്ക് കിടക്കുന്ന ദിവസത്തിൽ നിന്റെ ഈ വ്യഭിചാരം അവിടെ വരുന്നത് ഇഷ്ടമാണോ പെണ്ണേ? 6 അടി മണ്ണിൽ ആരുമില്ല, ഒറ്റയ്ക്ക് കിടക്കുന്ന ദിവസം, ഒറ്റയ്ക്ക് കിടക്കുന്ന ദിവസം, ഒറ്റയ്ക്ക് കിടക്കുന്ന ദിവസം മഹിഷ്കര ഖബറാണ്. ആ ഖബറിൽ ആരാരുമില്ല. 2.5 മണിക്കൂർ തന്റെ ശരീരത്തിന്റെ അഭിനയം കൊണ്ട് നിന്നെ പൊട്ടിച്ചിരിപ്പിച്ച, കൂടിയിരുന്നിട്ട് കണ്ട് നിന്നെ പൊട്ടിച്ചിരിപ്പിച്ച, അഹമ്മദാബാദിലെ 5 നക്ഷത്ര ഹോട്ടലിൽ നാളെ അഭിനയിക്കാനിരിക്കുന്ന സിനിമയുടെ തിരക്കഥ കേട്ടിട്ട് രാവിലെ നേരത്തെ എഴുന്നേൽപ്പിക്കണേ എന്ന് കൂട്ടുകാരിയോട് ഏൽപ്പിച്ചിട്ട് കിടന്നുറങ്ങിയ, രാവിലെ കുലുക്കി വിളിച്ചിട്ടും എഴുന്നേൽക്കാട് അവസാനം നടന്നുപോയ ആയിരക്കണക്കിന് ആളുകളെ തന്നെ അഭിനയ സിദ്ധിയുടെ പുറകിൽ നിൽപ്പിച്ച നിന്റെ കൽപ്പന എവിടെ? ഖബറിന്റെ ഉള്ളിൽ ഒറ്റയ്ക്കാണ്. അവളുടെ സിനിമ കാണാൻ ആയിരങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ 6 അടി മണ്ണിൽ ആ പെണ്ണും ഒറ്റയ്ക്കാണ്. ചുവന്ന ചുണ്ടുകളുള്ള, വിടർന്ന നെറ്റിത്തടമുള്ള, മാരിവില്ലിന്റെ മനോഹാരിത മുഖത്തിന്റെ മന്ദസ്മിതത്തിൽ ഒതുക്കി വെച്ച, കാർക്കൂന്തലുകൾ നിതമ്മം വരെ മാറി നിന്ന് നിന്നെ മോനിഷയവിടെ? ആ പെണ്ണും 6 അടി മണ്ണിന്റെ ഉള്ളിൽ, 6 അടി മണ്ണിന്റെ ഉള്ളിൽ. സുബ്ഹാന റബ്ബി, ഇരുളിനാൽ പെയിന്റിട്ടതാ. ഏകമായ 6 അടി മണ്ണിന് മുൻകറിനെ കീറും വരുമ്പോ നീ ആഗ്രഹിക്കുന്ന വ്യഭിചാരം ആ മണ്ണിൽ വരുന്നത് നീ ഇഷ്ടപ്പെടുന്ന പെണ്ണേ. നിന്റെ ഈ കാട്ടിക്കൂട്ടലുകൾ, നിന്റെ ഈ പ്രണയം, നിന്റെ ഈ അന്യപുരുഷന്റെ മണ്ണം, നിന്റെ ഈ വസ്ത്രവിധാനങ്ങൾ, അതെല്ലാം നിന്റെ ഖബറിന്റെ ഉള്ളിൽ വരുന്നത് ഇഷ്ടപ്പെടുന്ന പെണ്ണേ. ഇല്ല 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 ഇല്ല, എനിക്ക് ആ സമയത്തൊരു പേടിയാണ്. ആ പെണ്ണ് സുന്ദരിയെങ്കിലെ തക്കവയുള്ള പെണ്ണാ. രണ്ടാമത് ചോദിച്ചു, പെണ്ണേ, നാളെ പരലോകത്ത് പടച്ചിറപ്പിന്റെ മുമ്പിൽ ഹിസാബിന് നിൽക്കുമ്പോ തമ്മാടികളെ മാറി നിൽക്ക് നരകത്തിന്റെ ഭാഗത്തിലേക്കെന്ന് അള്ളാന്റെ മലക്കുകളെ വിളിച്ചു പറയുമ്പോ ആ സമയത്ത് നിന്റെ വിചാരണ നേരിൽ നിന്നെ മുമ്പിൽ വരുന്നത് നിനക്കിഷ്ടമാണോ പെണ്ണേ? ഇല്ല ഇല്ല, എനിക്കിഷ്ടമല്ല. നാളെ എല്ലാം കഴിഞ്ഞ് സിറാത്തിന്റെ മുകളിലൂടെ നടന്നു പോകുമ്പോ നരകത്തിന്റെ തീജ്വാലകൾ നിന്റെ കാതിലേക്ക് കടന്നു വരുമ്പോ അപ്പടി വ്യഭിചാരം അവിടെ വരുന്നത് നിനക്കിഷ്ടമാണോ പെണ്ണേ? ഇല്ല ഇല്ല, എനിക്കിഷ്ടമല്ല. എന്നാൽ അവസാനം ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ്സഈർ, ഒരു വിഭാഗം സ്വർഗത്തിലേക്ക് പൊക്കോ, ഒരു വിഭാഗം നരകത്തിലേക്ക് പൊക്കോ. സ്വർഗം നമ്മളെ മാടി വിളിക്കുമ്പോ, നരകം നമ്മളെ പേടിപ്പെടുത്തുമ്പോ, സ്വർഗത്തിലേക്ക് പെണ്ണെ നീ പോകാനാഞ്ഞു നിൽക്കുമ്പോ നരകത്തിലേക്ക് പിടിച്ചു വലിക്കാൻ ഈ വ്യഭിചാരം അവിടെ കൂട്ടിനെത്തുന്നത് നിനക്കിഷ്ടമാണോ പെണ്ണെ? അല്ല 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 അല്ല, എനിക്കിഷ്ടമല്ല. എന്നാൽ അള്ളാനെ പേടിച്ചിട്ട് ഇതിൽ നിന്ന് മാറി നിൽക്കണേ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ സുന്ദരി പെണ്ണ് എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയെങ്കിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോടും ഓർമ്മിപ്പിക്കുകയാണ്, പ്രണയത്തിന്റെ കാര്യം പറയുമ്പോ പരലോകത്തെ പറയുന്ന ന്യൂ ജനറേഷൻ പെണ്ണും പ്രണയത്തിന്റെ ലൈംഗികത പറയുമ്പോ ഖബറിനെ ഓർമ്മിപ്പിക്കുന്ന ന്യൂ ജനറേഷൻ പുരുഷനും ഒരു സമൂഹത്തിലുണ്ടാകുമ്പോ എന്റെ സഹോദരങ്ങളെ ആവാൻ തയ്യാറാവണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ആ ബോധം നൽകട്ടെ. അല്ലാഹു നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സ്വഭാവത്തെ അല്ലാഹു അങ്ങനെ മാറ്റി തരുമാറാകട്ടെ. കടിയണം സഹോദരങ്ങളെ, ഇതൊക്കെ വളരെ നശ്വരമാണ്. ഇതൊക്കെ വെറും നശ്വരമാണ്. ഇവിടെ ചില ആളുകൾ വിജയിക്കും, ചില ആളുകൾ പരാജയപ്പെടും. സാമ്പത്തികമായി വിജയിക്കും, ഒരു വിഭാഗം ആളുകൾക്ക് ഒന്നും ഉണ്ടാവില്ല. പട്ടിണിക്കാരനെന്നും പട്ടിണിയായിരിക്കും, അധ്വാനിക്കുന്നവനെന്നും അധ്വാനമുള്ളവൻ എപ്പോഴും വിദ്വാന,
കുന്നുള്ളതും കുഴിയാക്കിടും കുടിയാനാ. അധ്വാനമുള്ളവൻ എപ്പോഴും വിദ്വാനാ, കുന്നുള്ളതും കുളമാക്കിടും കുഴിയാനാ. വലിയ മണൽക്കൂട്ടമാണെങ്കിലും കുഴിയാന കുറെയൊക്കെ പരിശ്രമിക്കുമ്പോ അത് നിരപ്പായി മാറും. കുഴിയാനയെ പോലെ അധ്വാനിക്കുന്നവൻ അവൻ ജീവിതത്തിൽ വിജയിച്ചു വരും. മണ്ണിന്റെ കൂമ്പാരം കണ്ടിട്ട് കുഴിയാന തിരിച്ചു പോവാറില്ല. അത് അവിടെ ഇരുന്ന് മെല്ലെ മെല്ലെ പുറകോട്ട് ചലിച്ച് കാലുകൾ കൊണ്ട് വയറ്റി വലിയ കുന്നുകൾ കുളമാക്കി മാറ്റുന്ന കുഴിയാനയെ പോലെ അധ്വാനിക്കുന്നവൻ വിജയത്തിലേക്ക് പോകും. പക്ഷെ ഭൗതികമായ ജീവിതത്തിന്റെ ഈ നിരർത്ഥകത്തിൽ ജീവിച്ചിരിക്കുന്നവർ ഒരിക്കലും ഇതാണ് വലുത് എന്ന് കരുതുന്നവർ അവർ ജീവിതത്തിന്റെ വിജയത്തിലോട്ട് കടന്നു പോവില്ല. പിന്നെ തെറ്റുകൾ വരുമ്പോൾ അള്ളാഹനെ ഓർമ്മിപ്പിച്ചു കൊടുക്കുന്ന, പരലോകത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന, നമുക്ക് ഈ ദുനിയാവ് മതിയോ, ഇങ്ങനെ ജീവിച്ചാൽ മതിയോ, നമുക്ക് നാളെ പരലോകത്തിൽ അള്ളാന്റെ മുമ്പിൽ നിൽക്കേണ്ടതല്ലേ എന്ന ഒരു ബോധത്തിനല്ലാതെ ഒരു സെമിനാറിനും സിമ്പോസിയത്തിനും ഇവരെ നന്നാക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? മാരകമായ കരൾ രോഗം ബാധിച്ച് ഇനി കുടിച്ചാൽ മരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടും കലാപവും മണി. എന്തുകൊണ്ട്? അദ്ദേഹത്തിന്റെ ശീലത്തെ അദ്ദേഹത്തിന് പിടിച്ചു നിർത്താൻ പറ്റാത്തതുകൊണ്ട്. ഒത്തിരി നല്ല സ്വഭാവങ്ങളൊക്കെയുള്ള പാവങ്ങളെയൊക്കെ സഹായിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം എന്ന് ചാലക്കുടിക്കാര് മുഴുവനും പറയുന്നുണ്ട്. എന്നാലും കരള് തീർന്നു, ഇനി കുടിച്ചാൽ മരിക്കുമെന്ന് ഡോക്ടർമാര് പറഞ്ഞിട്ടും അദ്ദേഹത്തിന് വീണ്ടും കുടിച്ചത് ആ ശീലത്തെ മാറ്റാൻ കഴിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ഈ പുതിയ ലോകത്തിന്റെ ശീലങ്ങളെ മാറ്റണം, ഈ സ്വഭാവങ്ങളെ മാറ്റണം. ഞാനൊന്ന് ഫ്രീക്കായാലേ ശരിയാവൂ, ഇല്ലെങ്കിൽ എല്ലാവരും എന്നെ പഴഞ്ചനെന്ന് വിളിക്കുമെന്ന ഈ അപകർഷതാബോധത്തെ എനിക്കൊരു വലിയൊരു സ്മാർട്ട് ഫോൺ ഇല്ലെങ്കിൽ, എന്റെ മൊബൈൽ ഡാറ്റയിൽ MB എല്ലാ ദിവസവും ബാക്കിയില്ലെങ്കിൽ, ഞാൻ ഈ പണ്ട് കോണാനായിട്ട് ഉപയോഗിച്ചത് ഇന്ന് ഞാൻ ബെർമുടയായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ, ഞാൻ എന്റെ മുടി ഇങ്ങനെ ചെതറി തിന്നത് മാതിരി വെട്ടിയിട്ടില്ലെങ്കിൽ ഞാനൊരു പഴഞ്ചനായി പോയാലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ ഈ ലോകം നിങ്ങൾക്കുള്ളതല്ല. കോടികൾ പ്രതിഫലം വാങ്ങി, പക്ഷെ ഇതൊന്നും വേണ്ടെന്ന് വിചാരിച്ചാലോ? നടക്കില്ലേ? നടക്കില്ലേ? കോടികൾ വാങ്ങിക്കുന്ന ആശിഷ് നെഹ്റ എന്ന ഇന്ത്യൻ ക്രിക്കറ്റർക്ക് പഴയൊരു നോക്കിയയുടെ ഫോണാണെന്ന. അപ്പൊ ലോകത്തൊരാൾക്ക് എല്ലാവർക്കും സമൂഹത്തിനൊപ്പം നടക്കണമെന്നില്ല. ഞാൻ ഇങ്ങനെ ആയാലേ എന്നെ എല്ലാവരും നോക്കൂ, ഞാൻ അറിയൂ എന്ന ഒരു ചിന്തയാണ് വളർന്നു വരുന്ന കുട്ടികളെ പോലും. കുട്ടികളുടെ ഹെയർ സ്റ്റൈൽ വരെ മാറിപ്പോയി. എന്റെ നാട്ടിലൊരു ബാർബർ ഉണ്ട്, നമ്മുടെ സുഹൃത്തൻ. അവിടെ പോകുമ്പോ മുടി വെട്ടാൻ പോകുമ്പോൾ ഉസ്താദെ, കുട്ടികളൊക്കെ മൊബൈലിൽ ഫോട്ടോയുമായിട്ട് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ആ ഹെയർ സ്റ്റൈൽ ഫോട്ടോ ഇമേജ് ആക്കിയിട്ട് കൊണ്ടുവന്ന് കാണിച്ചിട്ടാണ് കുട്ടികൾ ഇപ്പൊ വെട്ടുക. പണ്ട് മൊബൈൽ ബാർബർ ഷോപ്പിൽ പോയിട്ട് ഈ മുടി അന്നാണ് ആദ്യം, എന്റെയൊക്കെ ചെറുപ്പകാലത്താണ് ഈ സമ്മർ കട്ടിങ് ഇറങ്ങി. സമ്മർ കട്ടിങ് എന്ന് പറഞ്ഞാൽ അന്ന് വരെ നമ്മുടെയൊക്കെ നാട്ടിൽ, എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഭാഗത്തേക്ക് വകഞ്ഞു വെച്ചിട്ട് ഇതിങ്ങോട്ട് മേലോട്ട് കാറ്റത്തെ കിളിക്കൂടെന്ന് പറയും, കിളിക്കൂട് മാതിരി ഇങ്ങനെ കെട്ടിവെക്കും, ഇങ്ങനെ മുകളിലോട്ടൊന്ന് ഈറ്റി വെക്കും എണ്ണയൊക്കെ വെച്ച്. അന്ന് കുളിക്കാൻ നേരത്ത് ഉമ്മ എണ്ണ തലയിൽ വെക്കാതെ കുളിച്ച കുളി ശരിയാവൂല, കുളിപ്പിക്കും. എന്നിട്ട് രണ്ട് ഭാഗത്തേക്ക് വകഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് മേപ്പോട്ട്. ആ സമയത്താണ് ആദ്യമായി ഹീറ്റർ വരുന്നത്. ഹീറ്റ് ചെയ്തിട്ട് മുടി സമ്മർ കട്ടിങ് ആക്കി മേപ്പോട്ട് വെക്കുന്നത്. അങ്ങനെ എല്ലാവരും ആദ്യമായിട്ട് മുടിയുടെ സ്റ്റൈല് മാറുന്നത് ആ സമയത്താണ്. എന്റെ കൊച്ചുകാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്. അതെന്റെ വയസ്സ് ഏതാണ്ട് ഒരു 10-12 വയസ്സ്. അപ്പൊ ഏതാണ്ട് ഒരു 10-30 ഒരു 10-26 വർഷം മുമ്പ്. അങ്ങനെ എല്ലാ ക്ലാസ്സിലുള്ള മുഴുവൻ ആളുകളും കുട്ടികളും അതൊക്കെ മാറ്റിയപ്പോ എനിക്കും ഒരാഗ്രഹം. അങ്ങനെ ഞാനന്ന് പോയി ആദ്യമായിട്ട് മുടി ഒന്ന് മേപ്പോട്ട് ചീകുന്ന രീതിയിൽ മേപ്പോട്ടാക്കി. വീട്ടിൽ വന്നപ്പോ ഉമ്മ എന്നോട് ചോദിച്ചത്, എന്ത് പന്നിയുടെ മുള്ളുമാരിയിരിക്കണം, പോടാ തിരിച്ചെന്ന് പറഞ്ഞു. രണ്ടാമത് ഒന്നുകൂടി കൊണ്ടുപോയി. അന്ന് ഞാൻ അങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ അങ്ങനെ വെക്കാം, എനിക്കൊരു 12 വയസ്സുള്ള പ്രായം. അന്ന് ഞാൻ അങ്ങനെ ഹെയർ സ്റ്റൈല് മേപ്പോട്ടാക്കിയപ്പോ എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ട് എന്ന് മനസ്സിലാക്കിയ എന്റെ ഉമ്മ രണ്ടാമത് പോയിട്ട് എന്നെ മുട്ടയടിപ്പിച്ചോളൂ. ഞാൻ ഇപ്പൊ അതൊക്കെ അന്നൊക്കെ ഉമ്മാനെയൊക്കെ ഒന്ന് മനസ്സിലെങ്കിലും രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ടാവും. നേരെ പറഞ്ഞ ഞൊട്ടു ഇങ്ങനെയാണ് എന്റെ ഉമ്മ, ഇങ്ങനെ എന്തേലും നേരെ പറഞ്ഞ ഒരൊറ്റ ഞൊട്ട ഇവിടെ. മോനെ, അതൊക്കെ ഒരു ശിക്ഷണത്തിന്റെ കാലമായിരുന്നു. കൊച്ചുകാലത്ത് വേണ്ടാത്തൊരു വർത്താനം വന്നാൽ ഉമ്മ വന്നിട്ട് വിരൽ വെച്ചിട്ടൊരു കിട്ടിട്ടില്ല. നിങ്ങൾക്കായിരിക്കും, നിങ്ങൾ അന്നേ മുത്തക്കിയ
അല്ലെ? നിങ്ങൾ അന്നേ മുത്തക്കി കിട്ടിയിട്ടില്ല ഞൊട്ട്. ആ ഞൊട്ടൊരെണ്ണം ഇങ്ങനെ കിട്ടിയാൽ പിന്നെ നമ്മൾ ആ വാക്ക് പറയാൻ നേരത്ത് നമ്മൾ വീണ്ടും പകുതി വന്നിട്ട് അകത്തോട്ട് വരിക്കും. കാരണം ആ ശിക്ഷണത്തിന്റെ മുറയാണിത്. ഇന്ന് നമ്മുടെ കുട്ടികളെ നിങ്ങളൊന്ന് ഞൊട്ടി നോക്ക്, അവൻ വലത്തേക്ക് വെച്ച് നമ്മുടെ കവാലത്ത് അപ്പടിച്ചിരിക്കും, അടിച്ചിരിക്കും, ഉറപ്പാണ്. നിങ്ങൾ ഇന്നത്തെ കുട്ടികളെ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ആയില്ലെങ്കിൽ ഞാൻ ഈ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുമെന്ന ഒരു അപകർഷതാ ബോധം നമ്മുടെ കുട്ടികളെ, നമ്മുടെ ന്യൂ ജനറേഷനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഞാൻ പിന്നീട് ആ മുടി അങ്ങനെ വെട്ടിയിട്ടേ ഇല്ല, ഇന്നും വെട്ടാറും. അള്ളാഹു നമ്മളെ എല്ലാവരെയും അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോഴും വയസ്സ് ഇത്ര ആയെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോ ഭാര്യയോ വല്ലപ്പോഴൊക്കെ പറയും, നിങ്ങൾ അത് ചെയ്യണ്ടായിരുന്നു എന്ന് എന്നോട് പറഞ്ഞാലും അങ്ങനെ എന്നെ വഴക്ക് പറയുന്ന ഒരു കാര്യം ഉണ്ട് എന്നെനിക്കൊന്നും ഞാൻ ഉമ്മയുടെ മുമ്പിൽ കൂടെ പോയില്ല, ഇപ്പോഴും പോയില്ല. ഞാൻ മനഃപൂർവ്വം ആ സൈഡിൽ നിന്ന് മാറി നിൽക്കും. കാരണം ഉമ്മ വഴക്ക് പറഞ്ഞ എപ്പോഴും വിഷമമാണ്. അത് പണ്ട് മുതലേ ഉണ്ടായൊരു വിഷമത്തിന്റെ ഭാഗം. ഇപ്പൊ ഏത് കുട്ടികൾക്ക് ഉമ്മ വഴക്ക് പറഞ്ഞ വിഷമമുള്ളത്, മനസ്സിലൊരു സങ്കടമുള്ളത്? കുറച്ച് കഴിഞ്ഞപ്പോ കണ്ണറിഞ്ഞിട്ട് ഉമ്മ ഞാൻ അറിയാതെ പറഞ്ഞതാണെന്ന് പറഞ്ഞ് മാപ്പ് പറയുന്ന മക്കൾ എത്രയും നമുക്കുള്ളത്. നമ്മുടെ മക്കളൊക്കെ ഒരു ന്യൂ ജനറേഷൻ ആയി എന്നുള്ളത് നിങ്ങൾ വിചാരിക്കേണ്ട. ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ മുടി ഇങ്ങനെ ഫ്രീക്കായി ബർമുഡയില് നബിദിനത്തിന് തോരണം കെട്ടിയുമാരി മാലുവിട്ട് നടക്കുന്ന കുട്ടികളാണെന്ന് കരുതണ്ട. നമ്മുടെ മക്കൾ മനസ്സുകൊണ്ടൊരു ന്യൂ ജനറേഷൻ ആയിട്ടുണ്ട്. നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ ശിക്ഷിക്കാനുള്ള അധികാരമില്ല. നമ്മുടെ വഴിയിലൂടെ സ്വതന്ത്രമായി ചതിക്കാനും ചിന്തിക്കാനും നമുക്ക് കഴിയുമെന്ന് ചിന്തിക്കുന്നൊരവസ്ഥയിൽ നമ്മുടെ മക്കൾ മനസ്സുകൊണ്ടൊരു പുതിയ തലമുറയായി മാറിയിട്ടുണ്ട്. സൂക്ഷിക്കണം, അത് അപകടമാണ്, വളരെയേറെ അപകടമാണത്. ആ ഒരവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ നടന്നുപോയാൽ ആ അവസ്ഥയിൽ നിന്ന് നമ്മുടെ മക്കളെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയാത്തത് കൊണ്ടാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്, ആദ്യ കാലം മുതലേ നിങ്ങളുടെ ജീവിതത്തിന്റെ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള പരിചരണവും പരിശീലനവും നിങ്ങളുടെ മക്കൾക്ക് കൊടുത്ത് നിങ്ങൾ കൊണ്ടുവരാവൂ എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്. അതുകൊണ്ട് ഈ പുതിയ ലോകത്ത് ഒരു വേറിട്ട വഴിയിലൂടെ നടക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളാണ് മണ്ടന്മാർ. ഇന്ന് ഇന്ത്യ ഓസ്ട്രേലിയ ക്രിക്കറ്റ് അടക്കാണ്. ഇപ്പൊ മിക്കവാറും മഹാമാരി മുഴുവനും അതിന്റെ മുമ്പിലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ നടന്നു. നമ്മുടെ മിക്കവാറും ആശാന്മാരെല്ലാം അതിനകത്തുണ്ട്. വേൾഡ് കപ്പ്. ഞാനിപ്പോ സഹാബത്തിന്റെ കഥയൊന്നും പറയുന്നില്ല. ന്യൂ ജനറേഷനോട് ആകാൻ പറ്റും മോനെ, ആകാൻ പറ്റും നമുക്ക്. വേൾഡ് കപ്പ് നടക്കുമ്പോ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വേൾഡ് കപ്പ് നടന്നത് റമദാനിലാണ്. കഴിഞ്ഞ മുമ്പിലത്തെ വർഷമല്ലേ വേൾഡ് കപ്പ് ഫുട്ബോൾ നടന്നത്? കഴിഞ്ഞല്ല, കഴിഞ്ഞ റമദാനിലല്ല എന്നുള്ളൊരു ഉറപ്പായിരിക്കും. അതിന് മുമ്പിലത്തെ നോയമ്പിന്, കഴിഞ്ഞ മുമ്പിലത്തെ റമദാനല്ല ഉറപ്പ്. ഖുർആനിൽ എത്ര ബിസ്മിയുണ്ട്? കുനിഞ്ഞ്. കഴിഞ്ഞതിന് മുമ്പിലത്തെ റമദാനിലാണ് വേൾഡ് കപ്പ് നടന്നത്. ഇങ്ങോട്ട് നോക്ക്. എനിക്ക് ആ കാര്യം ഉറപ്പാ. ഞാൻ കണ്ടത് കൊണ്ടല്ല. അന്നാണ് ഒരു പ്രമുഖ ചാനൽ എനിക്കെതിരെ ആദ്യമായി ഫേസ്ബുക്കിൽ ഉറഞ്ഞു തുള്ളിയത്. ഞാൻ മെസ്സിക്കെതിരെ പ്രസംഗിച്ചു. ആ പ്രസംഗം മെസ്സിക്കെതിരെ ആയിരുന്നില്ല. ഞാൻ മലപ്പുറത്ത് കൂടി പോകുമ്പോ തറാവീഹ് പള്ളിയിൽ നടക്കുന്നു. പള്ളിയുടെ മറുഭാഗത്തുള്ള വിശാലമായ സ്ക്രീൻ ലൈബ്രറിയുടെ മുമ്പിൽ വെച്ച് മുസ്ലിം കുട്ടികൾ വേൾഡ് കപ്പ് കാണുന്നു വിശുദ്ധ റമദാനിൽ. സാവോപോളയിൽ ബ്രസീലിന്റെ സാവോപോളയിലെ ഗ്യാലറികളിൽ ഉണ്ടായ ബ്രസീലിന്റെ കൊടികൾ നമ്മുടെ മുസ്ലിം പള്ളിയുടെ മിനാരത്തിന്റെ മുകളിൽ വരെ കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ സംസ്കാരം, മെസ്സിയെ, നിങ്ങൾ കാൽപന്ത് കളിയെ സ്നേഹിക്കുന്ന ആളല്ല. ഞാൻ നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള ആളാണ്. ഞാൻ ഇപ്പോഴും കളിക്കാറുണ്ട്.
അതുകൊണ്ട് ഈ കൊച്ചിക്കാരായ ചെറുപ്പക്കാരോട് ഞാൻ പറയാം, ഞാൻ അങ്ങനെ ഒരു വല്ലാതെ അങ്ങനെ അടച്ചാക്ഷേപിക്കുക. ഞാൻ ഇപ്പോഴും കിട്ടുന്ന സമയത്തൊക്കെ കളിക്കാറുള്ള നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള ആളാണ്. ഞാൻ ഇപ്പോഴും കളിക്കാറുണ്ട്. മെസ്സിയെ ഞാൻ വിമർശിച്ചില്ല. മെസ്സി ഈ ഫുട്ബോൾ കളി ഭ്രാന്തന്മാർ നിങ്ങളുടെ മനസ്സിൽ സംസ്കാര അധിനിവേശം നടത്തരുത്. മെസ്സിയുടെ സ്വഭാവം ഇതാണ് എന്ന് ഞാൻ ആ കാര്യത്തെ കുറിച്ച് പ്രസംഗിച്ചപ്പോ അന്ന് ഉറഞ്ഞു തുള്ളിയ ചാനലുകൾ അവരുടെ മുമ്പിൽ പോയിട്ട് ഞാൻ വീണ്ടും പ്രസംഗിച്ചു, മെസ്സി വ്യഭിചാരിയാണ്, മെസ്സി വ്യഭിചാരിയ എന്ന് പറഞ്ഞ് മലപ്പുറത്തെ ചെറുപ്പക്കാരെ ഇളക്കി വിട്ടു എനിക്കെതിരെ. അവര് വിചാരിച്ചു ഞാൻ മാപ്പ് പറയുന്നു. ഞാൻ അവരെ മുമ്പിൽ പോയിട്ട് പറഞ്ഞു 1000 വട്ടം പറയുന്നു മെസ്സി. അതോടെ വിവാദം അവസാനിച്ചു. ഒരു വിവാദം ഉണ്ടായി, നമ്മൾ മാപ്പ് പറയാൻ പോയാൽ പിന്നെ അത് വിവാദം ഉണ്ടാവും. അതിനേക്കാൾ നല്ലത് തിരിച്ച് അങ്ങോട്ടടിക്കലാണ്. എന്റെ പോളിസി അതാണ്. പറയുമ്പോ ബോധത്തോടെ പറയാ, പറയണ കാര്യം പിന്നെ ആരെങ്കിലും വെച്ച് കലബിലുണ്ടാക്കിയെന്ന് വെച്ചാൽ പിൻവലിക്കുന്ന പ്രശ്നമില്ല. പിന്നെ അവര് തമ്മിലെന്താ വ്യത്യാസമുള്ളത്? യഥാർത്ഥത്തിൽ യൂറോപ്പിന്റെ ഏറ്റവും വലിയ മാദക നഗരമായ സാവോ പോളോയിൽ യൂറോപ്പിന്റെ കാലഘട്ടത്തിലെ റമദാൻ കാലത്തിലാണ് ലോക ഫുട്ബോൾ നടന്നത്. ഇവിടെ IPL-ന്റെ 2020 നടക്കുമ്പോ, ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുമ്പോ അതിന്റെ മുമ്പിൽ അടഞ്ഞിരിക്കുന്ന ചെറുപ്പക്കാരാ, ആ സമയത്ത് നീ മഗ്‌രിബ് കളാക്കാറുണ്ട്, ആ സമയത്ത് നീ നിസ്കാരം എത്രയോ കളാക്കാറുണ്ട്. എന്നാലും നീ അറിയോ, ക്രിക്കറ്റും ഫുട്ബോളും നിന്നെ മതമായി മാറുമ്പോ അതിന്റെ ആരാധകരായ ക്രിക്കറ്റ് ദൈവങ്ങൾ നിന്റെ നെഞ്ചിലെ ടീഷർട്ടിന്റെ മുഖചിത്രമാക്കുമ്പോ നിങ്ങൾ അറിയോ ചെറുപ്പക്കാരാ, IPL-ന്റെ 2020 മത്സരം നടക്കുമ്പോ അഫ്ഗാനിസ്ഥാന്റെ ടീം അംഗങ്ങൾ മത്സരത്തിനിറങ്ങുമ്പോ അവരുടെ പരിശീലകൻ ഇൻസിമാമുൽ ഹക്കിന്റെ ഇമാമത്തോടുകൂടി അവര് പുറകില് മൈതാന മധ്യത്തില് ജമാഅത്ത് നമസ്കാരം ജമാഅത്തായിട്ട് നിർവഹിച്ചിട്ടാ അവര് ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങിയതെങ്കില് പണത്തിന്റെയും പ്രതാപത്തിന്റെയും ഉത്തുംഗതയിൽ നിൽക്കുമ്പോ സുന്ദരി പെൺകുട്ടികൾ അവരുടെ ഓട്ടോഗ്രാഫിന് വേണ്ടി കാത്തു നിൽക്കുമ്പോ അവര് മുഴുവനെ താടി നീട്ടി വലിച്ചിട്ട് പ്രേമമെന്ന സിനിമ ഇറങ്ങുമ്പോൾ മമ്മൂട്ടിയുടെ പുത്രൻ ദുൽഖർ സൽമാൻ താടി വെച്ചപ്പോ ആ ഒരൊറ്റ മഹബത്തിന്റെ പേര് താടി വെച്ചിട്ട് ഇന്ന് വെള്ളിയാഴ്ച മുഴുവന് പള്ളിക്കല കാളിയേക്കാൾ വലിയ താടിയുമായി മുസ്ലിം ചെറുപ്പക്കാരെ വരച്ച് നടക്കുകയാ. ഇന്ന് താടിയില്ലാത്ത ചെറുപ്പക്കാരില്ല. അത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ താടി കണ്ടിട്ടല്ല, അത് ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ താടി കണ്ടിട്ടല്ല, അത് അസ്ഹാബുൽ ബദരീങ്ങളുടെ താടി കണ്ടിട്ടല്ല, ദുൽഖർ സൽമാന്റെ താടി കണ്ടിട്ട് ഓരോ സിനിമാ താരങ്ങള് താടിയുടെ സ്റ്റൈൽ മാറ്റുമ്പോ ആ താടി സുന്നത്തിനേക്കാൾ വലിയ ആഗ്രഹത്തോടെ വെച്ചു കൊണ്ടുപോയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീയൊക്കെ ന്യൂ ജനറേഷൻ ആരാധിച്ചു കൊണ്ടുപോകുന്ന ക്രിക്കറ്റ് താരങ്ങള് സയ്യിദൻ വരെ ഡ്രസ്സിംഗ് റൂമിൽ ഇരുന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ ഓതുമ്പോഴാണ് ക്രിസ്ത്യാനിയായ പാക് ക്രിക്കറ്റ് ടീമിലെ ഏക ക്രൈസ്തവ വംശനായ യൂസുഫ് യോഹന്നാ കേൾക്കുക. ആ ഖുർആൻ കേട്ട യൂസുഫ് യോഹന്നയുടെ മനസ്സിലേക്ക് ഖുർആൻ ഇറങ്ങിയപ്പോ സയ്യിദൻ വരന്റെ മുട്ടുമുത്തു നിന്ന് ആ ഖുർആനിനെ കൊന്നുകൂടി ഓതി കേൾപ്പിക്കുമോ സയ്യിദൻ വര ഓതി കേൾപ്പിച്ചു കൊടുത്തു. ഖുർആനിന്റെ പാരായണം കേട്ട് ക്രൈസ്തവനായ യൂസുഫ് യോഹന്നാ അതെല്ലാം വലിച്ചെറിഞ്ഞ് മുഹമ്മദ് യൂസുഫ് എന്ന മുസ്ലിം പേര് സ്വീകരിച്ചു. അദ്ദേഹം ഇന്ന് നീണ്ട താടിയും തഴമ്പുമായിട്ട് ക്രിക്കറ്റ് കളത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോ ഇന്നലെ ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരിച്ചു കാണിച്ച ചെറുപ്പക്കാരന് വേണ്ടി 5 വക്കത്ത് നിസ്കരിച്ച നിസ്കാര തഴമ്പിന്റെ സ്ഥാനത്ത് കുങ്കുമപ്പെട്ടിട്ട് മതം പാറിയ നൂതനദേശം പെണ്ണേ, നീ കാമത്തിന്റെ പേരിലും പ്രേമത്തിന്റെ പേരിലും നിന്റെ ഇസ്ലാമിനെയും സ്വർഗത്തിനെയും വലിച്ചെറിയുമ്പോ ലോകത്തിന്റെ പണക്കൊടുപ്പിന്റെ നടുവ് ഇന്നത്തെ പെണ്ണ് മതം മാറിയത് എങ്ങനെയാ? പർദ്ദയിട്ടിട്ട് നിസ്കാര കുപ്പായം ഇട്ടിട്ട് മുസല്ലയിൽ നീ കൊണ്ടുപോയി സുജൂദ് ചെയ്തിട്ട് തഴമ്പ് വന്ന നെറ്റിയിൽ ഒരൊറ്റ പകലങ്ങട് മാറിയപ്പോ നിസ്കാര തഴമ്പിന്റെ മുഴുവൻ അടയാളമുള്ള നെറ്റിയിൽ കുങ്കുമത്തിന്റെ കസ്തൂരി ബൂത്തിയ ചെറുപ്പക്കാരി പെണ്ണേ, ദിൽഷാന എന്ന പെണ്ണേ, അന്യമതസ്ഥരുടെ കൂടെ ഇറങ്ങി ഓടുന്ന പെണ്ണ്, നിനക്കറിയോ നരകത്തിന്റെ അടയാളം നെറ്റിയിൽ നിന്ന് മായിച്ചുണ്ട്. സയ്യിദൻ വരന്റെ ഖുർആൻ കേട്ടിട്ട് നീണ്ട താടി വളർത്ത് നമസ്കാര തഴമ്പോടെ നടക്കുന്ന യൂസുഫ് യോഹന്നെ നിനക്കറിയോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ക്രിക്കറ്റാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ദൈവമെങ്കിൽ ഫുട്ബോൾ ആണെങ്കിൽ ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ടീമിൽ താടി വളർത്തിയ സുന്നത്തായ വേഷ
വേഷം ധരിച്ച ഒരു ചെറുപ്പക്കാരനുണ്ട്, ഹാഷിം അംല. ഹാഷിം അംല ഇപ്പോഴും ഓരോ കളി നടക്കാൻ ജേഴ്സി ഇടുമ്പോഴും $800 ഓരോ കളിയിലും അയാള് പെടത്തുകയായിട്ട് കെട്ടിവെക്കുകയാ. എന്തിനാണ് ഓരോ മത്സരത്തിന് ഹാഷിം അംല ജേഴ്സി ഇടുമ്പോഴും $500 മദ്യ കമ്പനിക്ക് പെടയെടുക്കുകയാ? കാരണം എന്തറിയോ? ദക്ഷിണാഫ്രിക്കൻ കളിക്കാരുടെ ജേഴ്സിയിൽ മുഴുവനും മദ്യ കമ്പനിയുടെ പരസ്യമാ. മദ്യമല്ലാണ്ട് റസൂൽ ഹറാമാക്കി തന്ന വിശുദ്ധമായ ഖുർആൻ ഹറാമാക്കിയ മദ്യത്തിന്റെ ലേബലുള്ള ടീഷർട്ട് ധരിക്കില്ല എന്ന് പറഞ്ഞു ആ മദ്യ കമ്പനിയുടെ പരസ്യം എഴുതിയ ടീഷർട്ട് ധരിക്കാൻ വിസമ്മതിച്ചതിന്റെ പേര് ഓരോ മത്സരത്തിലും $500 പെടയെടുക്കാൻ ഹാഷിം അംലയ്ക്ക് കഴിയുന്നെങ്കിൽ നാരണത്തുട്ടിന് വേണ്ടി ഇസ്ലാമിനെ വലിച്ചെറിയുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഹൈന്ദവ പെണ്ണിനെ വിവാഹം കഴിക്കാൻ, അന്യമതസ്ഥയായ പെണ്ണിനെ വിവാഹം കഴിക്കാൻ മതം മാറുന്ന ചെറുപ്പക്കാരാ, എല്ലാവിധ സുഖ സൗകര്യങ്ങളുടെ നടുവ് അല്ലാഹുവിന്റെ ദീനിനെ മാത്രം ആഗ്രഹിക്കുന്ന ഈ 2020 ക്രിക്കറ്റ് നടക്കുമ്പോൾ പോലും അതിന്റെ പേരിൽ വഖ്ത് നിസ്കാരങ്ങൾ നകലാകുമ്പോ അഫ്ഗാൻ ടീം അംഗങ്ങളും പാകിസ്ഥാൻ ടീം അംഗങ്ങളിലെ മുസ്ലിമീങ്ങളും മുഴുവനും മൈതാന മധ്യത്തിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോ അല്ലാഹുവിന് വേണ്ടി ജീവിക്കാനാണ് ജീവിതമെന്ന് പഠിപ്പിച്ചു തരാ. കാലത്തിനൊത്ത് നടക്കാനല്ല, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി നടക്കാനാണെന്ന് തീരുമാനിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് കഴിയേണ്ടതുണ്ട്. അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞാനതിന്റെ പരിഹാരമാർഗം പറഞ്ഞു തരികയാ. വെറുതെ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിതത്തിൽ തെറ്റുകളൊക്കെ സംഭവിക്കാം. പക്ഷേ ഉത്തുലുബ് മതാബന് ഭിന്നദാമതി മുഖിരിആ വബിഅസ്മി തർകി ദംബി ഫീ മസ്തഖബലാ. ചെയ്തു പോയ തെറ്റുകൾ അല്ലാഹുവിനോട് തുറന്നു പറഞ്ഞിട്ട് നിന്റെ ദീനിന്റെ വെളിച്ചത്തിലേക്ക് തിരിച്ചു നടക്കണം. കാരണം ഇനി ലോകം അവസാനിക്കാൻ ഏറെ നാളുകളില്ല. ആരോഗ്യത്തോടെ നിന്നവരൊക്കെ ഒരു പൊടുന്നന് ഒരു ദിവസം കൊണ്ട് മരിച്ചു വീഴുകയാ. കമ്മിന് സഹീഹിന് മാതാ മിന ഗൈരി ഇല്ലതി വകമ്മിൻ മരീദിൻ ആശ അദഹറന ഇലാ ദഹരി. ഒരൊറ്റ നിമിഷം കൊണ്ടാണ് ആളുകൾ മരിച്ചു വീഴുന്നത്. ഏത് സമയത്താണ് മരണം വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് ജീവിതത്തിൽ പെട്ടെന്ന് തിരിച്ചു നടക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ. ഞാൻ കുറെ കാര്യം വാരി വലിച്ചു പറയുന്നതിന് അർത്ഥമില്ല. ഇന്ന് ഈ സദസ്സിൽ നിന്ന് ആദ്യമായി കൊച്ചിയിൽ പ്രസംഗിച്ചിട്ട് ഞാൻ തിരിച്ചു പോവാൻ. ആ സമയത്ത് എന്റെ കരളിന്റെ കഷണമായ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, മട്ടാഞ്ചേരി കൊച്ചിയിലുള്ള ചെറുപ്പക്കാരൊക്കെ ഭയങ്കര സ്പിരിറ്റുള്ള ആളുകളാണ്. ഭയങ്കര സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ദീനി സ്പിരിറ്റ് കൂടുതലാണ്. പണ്ട് അബ്ദുൽ നാസർ മഅദനിയുടെ സുവർണ കാലഘട്ടത്തിൽ അള്ളാഹു അദ്ദേഹത്തിന് പെട്ടെന്ന് മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനിപ്പോ ഈ അടുത്ത കുറെ ഒരു 1.5 മാസമായിട്ട് അബ്ദുൽ നാസർ മഅദനിക്ക് വേണ്ടി പരസ്യമായിട്ട് ദുആ ചെയ്യാറില്ല. കാരണം ഞാനൊരു പ്രസംഗം പ്രസംഗിച്ചപ്പോ ആ പ്രസംഗം തെറ്റിദ്ധരിച്ച കുറെ ആളുകൾ ആ രീതിയിൽ എന്നെ വിമർശിച്ചപ്പോ ഇനി അവർക്ക് തോന്നും അവരുടെ വിമർശനമൊക്കെ കേട്ടിട്ട് പേടിച്ചിട്ടാണ് ഞാൻ ദുആ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ രഹസ്യമായിട്ട് എന്റെ നിസ്കാരത്തിലും എന്റെ സ്വകാര്യതയിലും മാത്രമേ ഞാൻ അദ്ദേഹത്തിനോട് ദുആ ചെയ്യുള്ളൂ. പരസ്യമായിട്ട് ചെയ്യാറില്ല. കാരണം ചെയ്യാത്തതിന്റെ കാരണം ചിലപ്പോൾ ഇനി ഞങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി പറയണമെന്ന് തോന്നിയാലോ ഒന്ന് വേണ്ടാണ്. എന്താ പറഞ്ഞത് ഞാനും അദ്ദേഹമായിട്ടുള്ള ബന്ധം എന്നത് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അള്ളാഹു അദ്ദേഹത്തിന് നല്ല മോചനം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് നീതിപീഠത്തിന്റെ കണ്ണ് തുറന്നു കൊടുക്കട്ടെ. ആ വിവാദത്തിന് ശേഷം ആദ്യമായിട്ട് ഞാൻ പരസ്യമായിട്ട് ആ പേരും പറഞ്ഞ് ദുആ ചെയ്യണ ഇവിടെ വെച്ചാണ്. കാരണം കൊച്ചിക്കാർ കൂടെ ഉണ്ടെങ്കിൽ ഒരു ധൈര്യമാണ്. മഹാനായ അബ്ദുൽ നാസർ മഅദനി ആദർശത്തിന്റെ ആൾരൂപമായ അദ്ദേഹത്തിന്റെ സുവർണ കാലഘട്ടങ്ങളിൽ പാതിരാത്രി 2 മണിയും 3 മണിയും വരെ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ കണ്ണിലൊന്നഴിച്ച് കാത്തിരുന്ന ആളുകളാണ് മട്ടാഞ്ചേരിയിലും കൊച്ചിയിലുള്ള ചെറുപ്പക്കാർ. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ട. ഇതൊക്കെയാണ് ഫ്രീക്കാണ്, ഓട്ടമാണ്, പാച്ചിലെന്നൊക്കെ പറഞ്ഞാലും ഇസ്ലാമിന്റെ കാര്യങ്ങൾ ആവേശത്തോടെ പറഞ്ഞാൽ അത് പെട്ടെന്ന് ഏറ്റെടുത്ത് ആവേശം ഒരൊറ്റ നിമിഷം കൊണ്ട് റീചാർജ് ചെയ്യുന്ന ഒരു നല്ല മനസ്സിന്റെ ഉടമകളാണ് ഈ സമൂഹത്തിലുള്ള ചെറുപ്പക്കാർ. ഞാൻ അങ്ങനെയാണ് വിലയിരുത്തുക. നിങ്ങളെ സോപ്പിടാനുള്ള ഒരു വർത്താനല്ല.
ഒരു നഗരപ്രാന്തത്തിൽ ജീവിക്കുമ്പോൾ അതിന്റെ അസ്വാരസ്യങ്ങളൊക്കെ മെല്ലെ സ്പർശിച്ചിട്ടുണ്ട് എങ്കിലും ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് അതിന്റെ ആവേശം ഉൾക്കൊള്ളുന്ന ആൺകുട്ടികളാണ് ഇവിടെയുള്ളത്. അങ്ങനെയല്ലേ? നിങ്ങളുടെ നാട്ടുകാർക്ക് നിങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായമില്ല. അവരും ഉണ്ടായിരിക്കുക. മുൻ പ്രസിഡന്റ് ഇപ്പോഴത്തെ ഖത്തീബും ഒക്കെ എന്താ ഉണ്ടായിരിക്കണം? അങ്ങനെയല്ലേ? ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന അങ്ങനെയാണ്. അതുകൊണ്ട് ഒരൊറ്റ നിമിഷം കൊണ്ട് തെറ്റ് സംഭവിക്കാത്തവരാരുമില്ല, പ്രണയിക്കാത്തവരാരുമില്ല, പ്രേമമില്ലാത്തവരാരുമില്ല. ഒരു പെണ്ണിനെ കണ്ടാൽ മനസ്സിലെങ്കിലും ഒരു അനുരാഗമില്ലാത്തവർ ആരുമില്ല. എന്തെല്ലാരും തലകുനിക്കണേ? അത് മനുഷ്യന്റെ സ്വതസിദ്ധമായൊരു ശൈലിയാണ്. ഒരു പെണ്ണിനെ കണ്ടാൽ സ്വാഭാവികമായും മനസ്സുകൊണ്ടെങ്കിലും ഒരു ഇഷ്ടം തോന്നാത്തവരാരുമില്ല. 1+1 2 is marks. 1+1 is love. 1 1 2 എന്നുള്ളത് മാത്തമാറ്റിക്സ് ആണ്. 1 1 1 എന്നുള്ളത് പ്രേമമാണെന്ന് പാടിയ കവിയെ പോലെ ഈ ഒന്നിലേക്ക് ചുരുങ്ങുന്ന രണ്ടായി പ്രണയം എല്ലായിടത്തുമുണ്ട്. ആ പ്രണയം ചിലപ്പോൾ പൈശാചിക ദുർബോധനത്തിൽപ്പെട്ട് സ്വാഭാവികമായ അബദ്ധങ്ങളിലേക്ക് നാടാറുമുണ്ട്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഞാൻ നിങ്ങൾക്കൊരു പരിഹാര മാർഗം പറഞ്ഞുതരാം. ഇൻഷാ അല്ലാഹ് ചെയ്യോ? ഇതോടെ അവസാനിപ്പിക്കാം. ചെയ്യോ? അങ്ങനെ ഉറപ്പുള്ളവരൊക്കെ ഒന്ന് കൈവക്ക് നോക്കട്ടെ. നിങ്ങളെ കൊണ്ട് പറ്റണാണ്. ഒന്ന് കൈവക്ക് മനുഷ്യന്മാരെ. അല്ലാഹു അക്ബർ. ആണും പെണ്ണും തമ്മിലുള്ള ഒരു ബന്ധം അത് സ്വാഭാവികമായി ഒരു മനുഷ്യൻ ഉണ്ടാവാം. തെറ്റുകൾ സംഭവിക്കാം. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നിട്ടൊരു സഹാബി പറഞ്ഞു, നബിയെ, എനിക്കൊരു പെണ്ണുമായിട്ടൊരു പ്രേമം ഉണ്ടായിരുന്നു, ഞാൻ അറിയാതെ അവളെ ഒന്ന് ചുംബിച്ചു പോയി. ആരാ പറയണേ? കൊച്ചിക്കാരനല്ല, കൊല്ലംകാരനല്ല, കൊയിലാണ്ടിക്കാരനല്ല, കോതമംഗലത്തുകാരനല്ല. പറയുന്ന ആൾ ഹബീബായ നബിയുടെ മദീനത്തെ പള്ളിയിൽ മുത്തുനബിയെ കണ്ട് വിശ്വസിച്ച സഹാബിയ. നബിയെ, ഞാൻ അറിയാതെ എനിക്കൊരു പ്രേമുണ്ടായിരുന്നു, പെണ്ണിനെ ഞാൻ അറിയാതെ ഒന്ന് ചുംബിച്ചു പോയി. ഫർജിനി യാ റസൂലല്ലാഹ്, എന്നെ കല്ലെറിഞ്ഞു കൊല്ലു നബിയെ. ഇതാണ് ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു മൂല്യം. തെറ്റ് ചെയ്താൽ അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കുക, എന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഏറ്റവും വലിയ പരാജയം തെറ്റ് ചെയ്തിട്ടും ആ തെറ്റിനെ ന്യായീകരിക്കണം. തെറ്റ് ചെയ്തു പോയി, ഉറപ്പാണ്. പിന്നെയും അതിനെ ന്യായീകരിക്കുന്നത് അതാണ്. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, പരസ്യമായി റോഡിൽ വെച്ച് ഫ്ലാഷ് മോബ് നടത്തിയ വീട്ടിൽ നിന്ന് സ്കൂളിൽ കോളേജിൽ പോകാന്ന് പറഞ്ഞ പെണ്ണ് റോട്ടിൽ കിടന്ന് ആടുന്നുണ്ട്. അപ്പൊ അമ്മ വന്ന് കരണത്ത് അടിച്ചു. ഇന്ന് ഫേസ്ബുക്ക് നമ്മൾ നോക്കിയാൽ അതാണല്ലോ സമൂഹത്തിനൊരു അഭിപ്രായ സർവേ. ഇപ്പോ